പഴയ കൊച്ചിയല്ല, തിരുവനന്തപുരവും പഴയ തിരുവനന്തപുരമല്ല. അധോലോകങ്ങൾ വാഴുന്ന മെട്രോ നഗരത്തിലും തലസ്ഥാന നഗരത്തിലും യുവാക്കളെയും പുതിയ ഇടപാടുകാരെയും ആകർഷിക്കാൻ പരസ്യമായി പ്രൊമോഷണൽ ടീസറുകൾ ഇറക്കാൻ മടിയില്ലാത്തവരായി ഗുണ്ടാ സംഘങ്ങൾ വരെ മാറിയിരിക്കുന്നു. എവിടെയാണ് പോലീസ്? എവിടെയാണ് നിയമ നിയന്ത്രണ സംവിധാനങ്ങൾ? എങ്ങനെയാണ് സംസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങൾക്ക് ഇത്രയധികം ഫാൻസ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നത്? സിനിമാ മേഖലയിലുള്ളവരടക്കം പുറത്തുവരുന്ന ബന്ധങ്ങളുടെ കഥകൾക്കപ്പുറത്തേക്ക് ഞെട്ടിക്കുന്ന രാഷ്ട്രീയ സ്വാധീനങ്ങൾ കൂടി ഇനിയും പുറത്തു വരാനുണ്ട്. അല്ലെങ്കിൽ കൊട്ടേഷന് ചുമതല തന്നെ മിക്കപ്പോഴും കിട്ടുന്നത് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നാണെന്ന വാർത്തകൾ കണ്ണടച്ച് തള്ളാനെങ്ങനെ കഴിയും? സംസ്ഥാനത്തിന് പുറത്തുനിന്നാണ് പല ഗുണ്ടാ സംഘങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇവർ കേരള പോലീസിന്റെ പരിധിക്ക് പുറത്താകുമ്പോൾ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായ അവസ്ഥയിലാണോ പോലീസ്? തെരഞ്ഞെടുപ്പ് കാലത്ത് പോളിംഗ് ബൂത്തുകളിൽ ആളെ ഇറക്കി കൊടുക്കാൻ കൊട്ടേഷൻ കൊടുക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളല്ലേ ശരിക്കും ഈ ഗുണ്ടകൾക്ക് ഒത്താശ ചെയ്യുന്നത്? ഈ ഗുണ്ടാ വിളയാട്ടം ആരുടെ വീഴ്ച കൊണ്ടാണ്? ഗുണ്ടാ സംഘങ്ങളെ കേരളത്തിൽ ഇങ്ങനെ വളർത്തുന്നത് ആരാണ്? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. സ്വാഗതം. നമുക്കൊപ്പം പാനലിസ്റ്റിൽ ചേരുന്നു റിട്ടയർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ്, സാമൂഹ്യ നിരീക്ഷകരായ എം കെ ഹരിദാസും ബെന്നി ജനപക്ഷവും. പാനലിൽ പോകുന്നതിന് മുൻപ് ഞങ്ങളുടെ പ്രതിനിധി വാർത്ത പുറത്തു കൊണ്ടുവന്ന ടോം കുര്യാക്കോസിലേക്ക് ആദ്യം കടക്കുന്നു. ടോം, കൊച്ചി അധോലോകത്തിന്റെ കഥകൾ പലപ്പോഴും നമ്മൾ അറിയാൻ കഴിയുന്നതൊക്കെ സിനിമയിൽ നിന്നൊക്കെയാണ്. പക്ഷേ ഒരു ഗുണ്ടാ നേതാവ് നേരിട്ട് വരുന്നു, ന്യൂസ് 8ന്റെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരിക്കുന്നു, ഇങ്ങനെ തുറന്നു പറയുന്നു, വെളിപ്പെടുത്തൽ നടത്തുന്നു. ഇതിന്റെ പിറകിൽ എന്തായിരിക്കും? കൊച്ചിയിലെ ഗുണ്ടാ പ്രവർത്തനങ്ങളും കൊലപാതകങ്ങൾ, സ്വർണം പൊട്ടിക്കൽ, അതോടൊപ്പം ഈ പുറത്തുവരുന്ന സിനിമാ രാഷ്ട്രീയ ബന്ധം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ഈ വെളിപ്പെടുത്തൽ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണെന്നതിൽ തർക്കമേ ഇല്ല. ഔറംഗസേബ് എന്ന ഗുണ്ടയുടെ വാക്കുകളെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കാൻ കഴിയും? അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ച് നമ്മൾ സിനിമകളിലൂടെ മാത്രം കണ്ടും കേട്ടും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ച്, കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളിലൂടെ കേട്ടറിവുണ്ട്. ഒരു കാലത്ത് ഈ തമ്മനം ഷാജി, അതല്ലെങ്കിൽ ഭായ് നസീറിനെ പോലുള്ള ഗുണ്ടാ നേതാക്കന്മാർ അടക്കി ഭരിച്ചിരുന്ന, നിയന്ത്രിച്ചിരുന്ന കൊച്ചി നഗരത്തെ പിന്നീട് ഗുണ്ട ആക്ടിലൂടെ അടിച്ചമർത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറെ നാളുകളായി, അതായത് കഴിഞ്ഞ ഒരു 2-3 വർഷമായി, അതല്ലെങ്കിൽ കോവിഡിന് ശേഷം ഈ ഗുണ്ടാ സംഘങ്ങൾ, ഗുണ്ടാ നേതാക്കന്മാർ വീണ്ടും തലപൊക്കുന്നു എന്നതിന്റെ സൂചനകൾ ഈ അടുത്തിടെ പുറത്തു വന്നിരുന്നു. മരട് അനീഷിന്റെയും മറ്റു ഗുണ്ടാ സംഘങ്ങളുടെയും തമ്മിലുള്ള ഏറ്റുമുട്ടലും പരസ്പരമുള്ള പോർവിളികളുമൊക്കെ കൊച്ചി നഗരത്തിൽ അരങ്ങേറിയിട്ട് ഏതാനും ആഴ്ചകളെ ആയിട്ടുള്ളൂ. മരട് അനീഷിന് ജയിലിൽ വെച്ച് പിന്നീട് മർദ്ദനമേറ്റതും കുടിപ്പകയുടെ ഭാഗമായി മർദ്ദനമേറ്റതും ഒക്കെ ഈ ഏതാനും നാളുകൾക്ക് മുൻപ്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന വാർത്തയാണ്. ഈ സംഭവത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ നമ്മൾ നടത്തിയ ഒരു അന്വേഷണം, അങ്ങനെയാണ് ഇത് ഔറംഗസേബിലേക്ക് എത്തിപ്പെട്ടത്. ഔറംഗസേബ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയത് കഴിഞ്ഞ ദിവസം ന്യൂസ് 8ന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ, അതായത് ഒരു ഗുണ്ടാ നേതാവ് ഒരു ദൃശ്യമാധ്യമത്തിന് മുന്നിൽ വന്നിരുന്ന് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് പോലും ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും. എങ്ങനെയാണ് ഈ ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തനം, ഇവരുടെ പ്രവർത്തന രീതികൾ, ഇപ്പോൾ ഗുണ്ടാ പ്രവർത്തനത്തിനപ്പുറം മറ്റേതൊക്കെ മേഖലകളിൽ ഈ ഗുണ്ടാ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഔറംഗസേബ് വെളിപ്പെടുത്തുന്നുണ്ട്. ഔറംഗസേബിന്റെ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ പരിശോധിക്കണം. ഏകദേശം 32ഓളം കേസുകളിലെ പ്രതിയാണ്. നേരത്തെ തമ്മനം ഫൈസലിന്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ഏകദേശം ഒരു 8ാം ക്ലാസ്സിൽ, ഔറംഗസേബ് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി ജുവനൈൽ ജസ്റ്റിസ് ഹോമിൽ ഒരു കേസിൽ ഉൾപ്പെട്ടത്. അതായത് സ്വന്തം അധ്യാപികയ്ക്ക് നേരെ പടക്കമെറിഞ്ഞ്, ഗുണ്ടെറിഞ്ഞ് അങ്ങനെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിന്റെ കിടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 10ാം ക്ലാസ്സിൽ ഔറംഗസേബ് പരീക്ഷ എഴുതാൻ പോകുന്നത് പോലും വിലങ്ങ് അണിഞ്ഞുകൊണ്ടായിരുന്നു. അന്ന് കേരളത്തിലെ ചില പ്രമുഖ പത്രങ്ങളുടെ മുൻ പേജിൽ പോലും ആ ഫോട്ടോ ഉണ്ടായിരുന്നു. ഔറംഗസേബ് പരീക്ഷ എഴുതാൻ പോയ ആ ഫോട്ടോ, ഈ വിലങ്ങ് അണിഞ്ഞ് പരീക്ഷ എഴുതാൻ പോയ ഫോട്ടോ. പിന്നീട് ഔറംഗസേബ് ഈ തമ്മനം ഫൈസലിന്റെ ഗ്യാങ്ങിൽ പെടുന്നു. അങ്ങനെ ഒരു 4-5 വർഷം തമ്മനം ഫൈസലിനൊപ്പമായിരുന്നു. ആ ഗ്യാങ്ങിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞാണ് കൊച്ചിയിലെ പ്രമുഖ നേതാവായിട്ടുള്ള, ഇപ്പോഴത്തെ പ്രമുഖ നേതാവായിട്ടുള്ള പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിലേക്ക് വരുന്നത്. പെരുമ്പാവൂർ അനസിനൊപ്പം 10 വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഔറംഗസേബ് ഒരു കൊലപാതക കേസിലടക്കം പ്രതിയാകുന്നത്. ഈ പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ഉണ്ണിക്കുട്ടൻ എന്ന ഗുണ്ടാ സംഘാംഗത്തെ കർണാടകയിൽ കൊണ്ടുപോയി
കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതിയാണ് ഔറംഗസേബ്. ആ കേസിൽ അത് പെരുമ്പാവൂർ അനസിന്റെ നിർദ്ദേശപ്രകാരമാണ് ഔറംഗസേബ് ആ കൊലപാതകം നടത്തിയതെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിന്റെ ഒരു രീതി പോലും നമ്മളെ ഏറെ അതിശയിപ്പിക്കുന്നതാണ്. കാരണം ഔറംഗസേബ് പറയുന്ന കാര്യം ഇപ്പോൾ കേരളത്തിലെ പല കൊട്ടേഷൻ പ്രവർത്തനങ്ങളും ഇവർ നടപ്പാക്കുന്നത് കേരളത്തിന്റെ സമീപ സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയാണ്, തമിഴ്നാട്ടിലും കർണാടകയിലും കൊണ്ടുപോയാണ്. അതിന്റെ കാരണം പോലും ഇവിടെ ഗുണ്ടാ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ കാപ്പ ചുമത്തി ജയിലിനകത്താവും, 6 മാസം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഈ കേസുകളെല്ലാം ഇത്തരം തട്ടിക്കൊണ്ടുപോയി ആളുകളെ കൊട്ടേഷൻ വർക്ക് ഏറ്റെടുക്കുന്നു, തട്ടിക്കൊണ്ടുപോയി അത് കർണാടകയിലും തമിഴ്നാടും കൊണ്ടുപോയി കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഈ ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയ കേസിൽ ഔറംഗസേബ് 2 വർഷത്തോളം ജയിലിലായിരുന്നു. ആ ജയിലിൽ വെച്ചൊരു കൊട്ടേഷൻ വർക്ക്, ജയിലിനുള്ളിലെ ഒരു കൊട്ടേഷൻ വർക്ക്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കുപ്രസിദ്ധമായിട്ടുള്ള അനസ് എന്നൊരു ഗുണ്ടാ തലവന്റെ കൂടെ വർഷങ്ങളോളം വലങ്കയായി നടന്ന ഒരു വ്യക്തി കൂടിയാണല്ലോ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ഔറംഗസേബ്. കൊലപാതകമുണ്ട്, വധശ്രമമുണ്ട്, അങ്ങനെയുള്ള കേസുകളിലൊക്കെ അനസിന്റെ കൂട്ടാളിയായ ഒരാൾ. ഒരുപാട് യുവാക്കൾ ഇവർക്കൊപ്പം ഗുണ്ടാ സംഘങ്ങളിലുണ്ട് എന്ന് പറയുന്നുമുണ്ട്. ഏതാനും നാളുകൾക്ക് മുൻപ് വരെ ശാന്തമായിരുന്നു എന്ന് കരുതിയിരുന്ന കൊച്ചിയൊക്കെയാണ് അധോലോക കേന്ദ്രമായി വീണ്ടും മാറുന്നു എന്നുള്ളൊരു സൂചനകളാണോ ഇപ്പോൾ ലഭിക്കുന്നത്? അപർണ, ഔറംഗസേബ് വെളിപ്പെടുത്തിയത് അനുസരിച്ച് പരിശോധിച്ച് നോക്കിയാൽ ഈ പെരുമ്പാവൂർ ആലുവ മേഖലകളിൽ മാത്രമായി 300ഓളം യുവാക്കൾ പെരുമ്പാവൂർ അനസ് എന്ന ഒരൊറ്റ ഗുണ്ടാ നേതാവിന്റെ കീഴിൽ മാത്രമുണ്ട്. അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ നിലവിൽ കൊച്ചിയിൽ വളരെ സജീവമായിട്ടുള്ള ഗുണ്ടാ നേതാക്കളുടെ പട്ടികയിൽ മരട് അനീഷുണ്ട്, ഭായ് നസീർ, അതോടൊപ്പം തമ്മനം ഫൈസൽ ഉൾപ്പെടുന്ന വിവിധ ഗ്യാങ്ങുകളിലായി 1000ഓളം യുവാക്കൾ ഈ ഗുണ്ടാ സംഘാംഗങ്ങളിൽ പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ ഏറെ ദിവസങ്ങളായി കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ ഗുണ്ടാ സംഘങ്ങൾ സജീവമാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഗുണ്ടാ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. 300ഓളം, അതായത് നിലവിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള 300ഓളം ഗുണ്ടകളുടെ പട്ടിക തയ്യാറാക്കി അവരെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും ഓരോ ഗുണ്ടകൾ വേർതിരിച്ചുകൊണ്ട് അവരുടെ പട്ടിക വേർതിരിച്ച് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. അവരെ കൃത്യമായി നിരീക്ഷിക്കാനും അവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനും ഒക്കെയാണ് ചുമതല നൽകിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഏറെ ഞെട്ടിപ്പിച്ച കാര്യം എങ്ങനെയാണ് ഈ ചെറുപ്പക്കാർ ഈ ഗുണ്ടാ സംഘത്തിൽ ചെന്നുപെടുന്നത് എന്നതാണ്. ഒരുപക്ഷെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് തൊട്ടു പിന്നാലെ ഇൻസ്റ്റാഗ്രാം വഴി, അതായത് പെരുമ്പാവൂർ അനസ് ഉൾപ്പെടുന്ന ഗുണ്ടാ നേതാക്കന്മാർ ഈ ചെറുപ്പക്കാരെ ആകർഷിക്കാൻ, യുവാക്കളെ ആകർഷിക്കാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽസുകൾ ഇടുന്നുണ്ട്. ആ റീൽസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും. സിനിമ രംഗങ്ങളെ പോലും വെല്ലുന്ന രീതിയിലുള്ള റീൽസുകളാണ്. ഈ റീൽസ് കണ്ട് അതിൽ ആകർഷണീയരായാണ് ഈ യുവാക്കൾ ഈ സംഘത്തിലേക്ക് പെടുന്നത്. പിന്നീട് ഒരിക്കലും അവർക്ക് ഇതിൽ നിന്നും മോചിതരാകാൻ കഴിയാറില്ല. കാരണം ഇവരുടെ ബന്ധങ്ങൾ വലുതായിരിക്കും. സിനിമ, രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള ബന്ധങ്ങളുണ്ട്. ഏതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരെ മോചിപ്പിക്കാൻ വലിയ തരത്തിലുള്ള ഉന്നത ഇടപെടലുകൾ ഉണ്ടാകും. പോലീസുമായിട്ടുള്ള ഇവരുടെ ബന്ധം പോലും നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു കാലത്ത് കൊച്ചിയിലെ ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഇത് മാത്രമല്ല, പെരുമ്പാവൂർ അനസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ ഔറംഗസേബ് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. വരും ദിവസങ്ങൾ, അതായത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കൊച്ചിയിൽ വിവിധ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള പരസ്പരം ഏറ്റുമുട്ടൽ ഉണ്ടാകും, പകപോക്കൽ ഉണ്ടാകും എന്ന കാര്യം കൂടി ചർച്ചയിലേക്ക് കടക്കുന്നത് കൊണ്ട് ടോം, ഇപ്പൊ ഗുണ്ടസംഘങ്ങളെ കുറിച്ച് കഴിഞ്ഞ 2 ദിവസമായി വാർത്ത കൊടുത്തിരിക്കുകയാണല്ലോ നമ്മൾ. ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി ടോമിന് നേരെയോ നമ്മുടെ വാർത്താ സംഘത്തിന് നേരെയോ ഉണ്ടാകുന്നുണ്ടോ? അപർണ, സ്വാഭാവികമായും. കാരണം ഇത്തരം വാർത്തകൾ, പ്രത്യേകിച്ച് കൊച്ചിയിലെ ഒരു പ്രധാന ഗുണ്ടാ തലവനായ പെരുമ്പാവൂർ അനസിനെതിരെ വാർത്ത ചെയ്യുമ്പോൾ ഭീഷണികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാനും ക്യാമറമാൻ ശ്യാംലാലും കൂടിയാണ് ഔറംഗസേബിന്റെ രഹസ്യ കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ അഭിമുഖത്തിനായി പോയത്. അതുപോലും അവരെ വിശ്വസിച്ചുകൊണ്ട് പോകുന്നു. അവിടെ എന്ത് സംഭവിക്കാം. പക്ഷേ ഞങ്ങൾ ആ അഭിമുഖം നടത്തി, പിന്നീട് പോന്നു, ആ വാർത്ത സംപ്രേഷണം ചെയ്തു. അതിനുശേഷം നമ്മുടെ വാട്സാപ്പിലേക്കും അതോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ നിന്ന് നെറ്റ് കോളിലുമാണ് വിവിധ ആളുകൾ, വിവിധ ഗുണ്ടാ സംഘങ്ങളും തോന്നുന്നവർ നമ്മൾ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ അത് പെരുമ്പാവൂർ അനസിന്റെ സംഘത്തിൽപ്പെട്ടവരാകാം, ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഔറംഗസേബിനെതിരായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ പറയുന്നുണ്ട്. കാരണം അവർക്കറിയാം നമ്മൾ ഈ കേസ് വാർത്ത ചെയ്യുമ്പോൾ ഇതിന്റെ ആഴങ്ങളിലേക്ക്, അതല്ലെങ്കിൽ ഇതിന്റെ ഉള്ളറകളിലേക്ക് പോകുമെന്ന്. ഇപ്പോൾ 2 ദിവസമായി നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നു. പെരുമ്പാവൂർ അനസിന്റെ സ്വർണം പൊട്ടിക്കല്, മറ്റ് ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കൊക്കെയാണ് നമ്മൾ പോയിരിക്കുന്നത്. ഇന്ന്
ഈ പെരുമ്പാവൂർ അനസ്തുന്ന ഗുണ്ടാ നേതാവ് വിദേശത്തേക്ക് പോയ, അതായത് വ്യാജ വിസയിലൂടെ വിദേശത്തേക്ക് കടന്ന കാര്യങ്ങളടക്കം നമ്മൾ പുറത്തുവിട്ടു. വരും ദിവസങ്ങളിലും പെരുമ്പാവൂർ അനസ് മാത്രമല്ല, ഈ കൊച്ചി കേന്ദ്രീകരിച്ചും അതിനപ്പുറമുള്ള സമീപ ജില്ലകളിലൊക്കെയുള്ള ഗുണ്ടാ കൊട്ടേഷൻ കേന്ദ്രങ്ങളിലേക്കൊക്കെ നമ്മുടെ അന്വേഷണം നീങ്ങുന്നുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഈ പെരുമ്പാവൂർ അനസിൽ മാത്രം ഒതുങ്ങുന്നതല്ല കൊച്ചിയിലെ അധോലോകം. നിരവധി ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധി ആളുകളുണ്ട്, നിരവധി സംഘങ്ങളുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ കെണിയിൽപ്പെട്ട ഒട്ടേറെ ചെറുപ്പക്കാരുണ്ട്. അവരുടെ ഭാവി പോലും അപകടത്തിലാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അതിന് സാമൂഹ്യ ഉത്തരവാദിത്വം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിയെ ഇന്ന് നിയന്ത്രിക്കുന്നത് ഈ ഗുണ്ടാ കൊട്ടേഷൻ സംഘങ്ങൾ. ടോം കുര്യാക്കോസാണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്ത പുറത്തുവിട്ടതും ടോം തന്നെയാണ്. നമ്മൾ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ആദ്യം റിട്ടയർഡ് എസ് പി ശ്രീ ജോർജ് ജോസഫ്, 6 മാസങ്ങൾക്ക് മുൻപാണ് സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൊടുക്കുന്നത് പോലീസ് ഗുണ്ടാ ബന്ധങ്ങളെ കുറിച്ച്. അന്ന് തിരുവനന്തപുരത്ത് കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് 2 ഡിവൈഎസ്പിമാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തു. മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ഓപ്പറേഷൻസ് നടത്തുന്നത് കൊണ്ട് കൃത്യമായി പോലീസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു വാദമുണ്ട്. അങ്ങനെ കേരള പോലീസ് ഈ വിഷയത്തിനകത്ത് നിസ്സഹായമാണോ, അതോ ഇപ്പോഴും പോലീസ് ഗുണ്ടാബന്ധം കൂടുതൽ വ്യക്തമായി തെളിഞ്ഞു വരുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഇപ്പോഴത്തെ ഈ ഔറംഗസേബിന്റെ വെളിപ്പെടുത്തൽ വളരെ അധികം ഞെട്ടലൊഴിവാക്കിയ കാര്യമാണ്. എക്കോ അത് തീർച്ചയായിട്ടും പോലീസ് എറണാകുളം കമ്മീഷണർ കീഴിൽ പെരുമ്പാവൂർ അനീഷിന്റെ കാര്യത്തിൽ അവർ വളരെയധികം അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ പല ഓഫീസർമാർക്കും ഇവരെ പിടിക്കാനായിട്ട് എന്തായാലും ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഗാങ് വളരെ വിപുലമായ ഒരു ഗാങ്ങാണ്. ഇയാള് 300ഓളം ഇയാളുടെ കൂടെ അണികളുണ്ടെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഔറംഗസേബ് 32 കേസിലെ പ്രതിയാണ്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെയാണ് കർണാടകയിൽ കൊണ്ടുപോയി ഉണ്ണിക്കുട്ടനെ കൊന്നുകളഞ്ഞത്. അതിലൊന്നാം പ്രതിയാണ്. ഇപ്പൊ ആ 2 ഗാങ്ങും തമ്മിൽ തെറ്റി, ഒരേ ഗാങ്ങിലെ 2 ഗ്രൂപ്പായി. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എറണാകുളത്ത് നിന്ന് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് നിന്ന് 3 പേരെ തട്ടിക്കൊണ്ടുപോയി. അത് വലിയ വാർത്തയെ തട്ടിക്കൊണ്ടുപോകുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ സോമോട്ടോ ആയിട്ട് എറണാകുളം പോലീസ് കേസെടുക്കുകയും ചെയ്തു. അപ്പം അതിന് പരാതിക്കാരില്ല. തട്ടിക്കൊണ്ടുപോയവരെ അവരുടെ കാർ വാടകയ്ക്കെടുത്ത് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. പ്രതികൾ ആരാണെന്ന് പോലീസിന് അറിയാവുന്ന എനിക്ക് തോന്നുന്നു. പക്ഷെ ആരെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള അറിഞ്ഞൂടാ. അവരുടെ ഒരു കാറ് കൊല്ലത്തുനിന്ന് പോലീസ് പിന്നീട് നല്ല ടെക്കോ ഉണ്ട് കേട്ടോ, നല്ല എക്കോയാ. അവിടുന്ന് പോലീസ് ആ കാറ് കണ്ടെടുത്തപ്പം അതിനകത്ത് ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇതിന് ആരാണ് മിസ് ചെയ്തത്, എന്താണ്, എവിടെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞോ പിടിച്ചോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള സംഭവത്തിന് പരാതിക്കാരില്ലാത്തതിന്റെ കാരണം അവർ ഗുണ്ടകളിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ടാണ് കംപ്ലൈനന്റ് ആരുമില്ല, അവരുടെ വീട്ടുകാർക്കും കംപ്ലൈന്റ് ഇല്ല. ഇവരൊക്കെ പല കേസിനകത്ത് ഉൾപ്പെട്ടതാണ്. അപ്പൊ ഇവിടെയുള്ള 300ഓളം അണികളുള്ള ആളാണ് പെരുമ്പാവൂർ അനസ്. അയാളുടെ കൂടെയുള്ളവർ ഏതായാലും കുറെ പേര് പിരിഞ്ഞു പോയിരിക്കുന്നു. അപ്പൊ അവർ തമ്മിലൊരു ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അതിന്റെ തുടക്കമാണ് എറണാകുളത്ത് നിന്ന് 3 പേരെ തട്ടിക്കൊണ്ടുപോയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിനകത്ത് ഒരു കാറ് വാടകയ്ക്കെടുത്ത് കൊടുത്തത് 2-3 കൈമറിഞ്ഞിട്ടാണ് ഇവരെ തട്ടിക്കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞത്. പക്ഷെ അതൊരു ASI ആണ് എന്ന് പത്രത്തിൽ ഞാൻ വായിച്ചു. പത്തനംതിട്ടയിലെ ആംഡ് പോലീസ് ക്യാമ്പിലുള്ള ഒരു ASI ആണ് ഈ കാറെടുത്ത് ഒരാൾക്ക് കൊടുത്തു. അവിടുന്ന് 2-3 മറിഞ്ഞ് അയാൾക്ക് ബോധമുണ്ടോ, അയാൾക്ക് ഈ കാര്യത്തിൽ അറിവുണ്ടോ എന്ന് നമുക്കറിയില്ല. എങ്കിലും അങ്ങനെ വാടകയ്ക്കെടുത്ത കാറ് 2-3 പ്രാവശ്യം മറിഞ്ഞ് ഈ ഗാങ്ങിലെടുത്ത് ചെന്ന് അതിലാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഏതായാലും തിരുവനന്തപുരത്ത് ഉള്ള ഗാങ്ങുമായിട്ട് പുത്തമ്പാലൻ രാജേഷും ഓംപ്രകാശും ഒക്കെയുള്ള ബന്ധത്തിന്റെ പുറത്ത് 2 ഡിവൈഎസ്പിമാരെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിശക്തമായ നടപടിയെടുക്കാൻ ഒരു ഡിസഡ്വാൻറ്റേജ് ഉള്ളത്
ഈ ഗാങ്ങിന്റെ മേജർ ഓപ്പറേഷൻ കർണാടകയിലാണ്, ബാംഗ്ലൂരും കർണാടകയിലാണ്. അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എല്ലാം അവിടെയാണ്. പെരുമ്പാവൂരുള്ള അനസ് ആണെങ്കിലും അയാൾ ഓപ്പറേഷൻ അവിടെയാണ്. അതുപോലെ തമിഴ്നാട്ടിലും കേരളത്തിലും ഇവരുടെ ഗാങ്ങുകൾ, വളരെ വിപുലമായ ഗാങ്ങുകൾ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവര് മെയിനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തില് കൊട്ടേഷൻ എടുക്കുക, ആരെ വേണം തട്ടിക്കൊണ്ടുപോകും, വേറൊരു സ്റ്റേറ്റിൽ കൊണ്ടുപോയി വിടും, അവിടെ കൊണ്ടുപോയി കൊന്നു കളഞ്ഞാലും ആരും ചോദിക്കാനില്ല. അവിടെ മർഡർ ചെയ്ത് കഴിഞ്ഞാൽ കേരള പോലീസിന്റെ അത്രയും ശക്തമായ നീക്കം അവിടെ ഇല്ല എന്നാണ് ഇവർ കണക്കാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ആണെങ്കിൽ പിടിക്കപ്പെട്ടു പോയാൽ അവന് ലൈഫ് ഇംപ്രൂവ്മെന്റ് കൊടുത്തിരിക്കും. അങ്ങനെ ഈസി ആയിട്ട് ഊരിക്കൊണ്ട് കേരളത്തിൽ പോകാൻ ഒക്കില്ല. അതുകൊണ്ടാണ് ഇവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് കർണാടകയിലോട്ട് മാറ്റിയിട്ട് തമിഴ്നാട്ടിലും കേരളത്തിലും കർണാടകയിലുമായിട്ട് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെയാണ്. നൂറുകണക്കിന് ആൾക്കാർ ഇവരുടെ പിന്നിലുണ്ട്. ഇതിന്റെ അനസ് പോകുന്നത് തന്നെ സിനിമയിലൊക്കെ നമുക്ക് കാണുന്ന വലിയ കഥാപാത്രങ്ങൾക്ക് ചുറ്റും, അല്ലെ സിനിമാ നടന്മാരുടെ ചുറ്റും ചിലപ്പോൾ ബൗൺസേഴ്സ് നിൽക്കുന്ന കാണാം. വലിയ ജിമ്മിൽ പോയി കൈയൊക്കെ വീർപ്പിച്ച് കൈയുടെ മസിലൊക്കെ പെരുക്കി. അത് അങ്ങനെ ഒരു ഗ്യാങ്ങിന്റെ പടം ഇന്നലെ ന്യൂസ് 18 ഒരു സ്റ്റെയർ മോളിൽ നിന്ന് 2ാം നിലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവരെല്ലാം ബൗൺസേഴ്സ് ടൈപ്പ് ഗുണ്ടകളാണ്. അതെന്തായാലും നല്ല ഒരു മെസ്സേജാണ് ന്യൂസ് 18 കൊടുത്തിരിക്കുന്നത്. കാരണം പോലീസ് ശ്രദ്ധിക്കണം, നാട്ടുകാർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആരെ വേണമെങ്കിലും തട്ടിക്കൊണ്ടുപോകും, അതിനൊന്നും ഒരു കേസും വരാനില്ല. ഈ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലാണ് ഓപ്പറേഷൻ, അവിടെ പോയി പ്രോസിക്യൂഷൻ നടത്താനൊന്നും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഈ കൊട്ടേഷൻ അവർ സാധാരണ എടുക്കും. പിന്നെ സ്വർണ്ണക്കടത്ത്, ഇപ്പം തന്നെ പെരുമ്പാവൂർ അനീഷ് അതിലൊരു വ്യാജ വിസയില് ദുബായിലോ അബുദാബിയിലോ എവിടെയോ പോയിരിക്കുന്നു. അപ്പോൾ ഓപ്പറേഷൻ രീതി മാറി സ്വർണ്ണക്കടത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ സ്വർണ്ണക്കടത്തുണ്ട്, അതോടൊപ്പം തന്നെ കൊട്ടേഷൻ ഉണ്ട്, പിന്നെ ലഹരി കടത്തുണ്ട്. ഈ 3 ഏരിയയിലാണ് ഒരു കോൺസെൻട്രേറ്റ്. ഞാൻ അതിന്റെ ആ തലങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് മറ്റുള്ളവരിൽ കൂടെ പോയ ശേഷം ഞാൻ തിരികെത്താം. ശ്രീ ജോർജ് ജോസഫ്, ഇതിനകത്ത് ശ്രീ എം കെ ഹരിദാസ്, ഇതിനകത്ത് പോലീസിനൊന്നും ചെയ്യാനാകാത്ത ഒരു സ്ഥിതിയുണ്ടോ? ഇവരുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ കഴിഞ്ഞ തവണ ഉണ്ടായ സംഭവം പോലും കർണാടകത്തിൽ കൊണ്ടുപോയിട്ടാണ് ആ രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്പറേഷൻസ് നടക്കുന്നത് സംസ്ഥാനത്തിന് പുറത്താണ്. അതുകൊണ്ട് കേരള പോലീസിന്റെ ജൂറിസ്ഡിക്ഷൻ പരിധിക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു ത്തിലേക്ക് ഇത് വ്യാപിച്ചു കിടക്കുമ്പോൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ള നിയമ സംവിധാനങ്ങൾ കൊണ്ട് പൂട്ടിക്കെട്ടാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. നിസ്സഹായമാണ് പോലീസ്. അങ്ങനെ ഒരു കാര്യമുണ്ടോ? അല്ല, പോലീസിനെ അടച്ചാക്ഷേപിക്കാൻ കഴിയുമോ? പോലീസിനെ അടച്ചാക്ഷേപിക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല അപർണ. ഇതിൽ 60% പോലീസുകാരെ ഈ ഗുണ്ടായിസവും ഇത്തരത്തിലുള്ള ക്രിമിനൽ നടപടികളുമായിട്ട് മുൻപോട്ട് പോകുന്ന ഇത്തരം സംഘങ്ങളെ അടിച്ചമർത്തണമെന്ന ആഗ്രഹമുള്ളവർ തന്നെയാണ്. പക്ഷേ ആ 40%, ബാക്കിയുള്ള 40% അവരിലേക്ക് ആകർഷിക്കപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഗുണ്ടകളിൽ നിന്നും ഇത്തരം ക്രിമിനലുകളിൽ നിന്നും അവർക്ക് ചെയ്യുന്ന ഒത്താശയ്ക്ക് കൃത്യമായ പണം ലഭിക്കുന്നുണ്ട്. അത് അവർ പ്രതിമാസം പറ്റുന്ന ശമ്പളത്തേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ പോലീസുകാരുടെ നമ്മൾ പറയില്ല ഒത്താശയോട് കൂടിയിട്ടാണ് ഒരു പാഴ്ചെടി വളരണമെങ്കിൽ അതിനെ പാഴ്ചെടി ചിലപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുകയായിരിക്കാം. പക്ഷെ അത് അമിതമായി തഴച്ചു വളരുന്നുവെങ്കിൽ അതിന് എവിടെ നിന്നോ വെള്ളവും വളവും കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ ഒരു 2-4 വർഷമായിട്ട് ഇപ്പോൾ ടോം ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്താ പറയേണ്ടത്, അച്ചസ്ഫടികമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ കാര്യങ്ങളിൽ നിന്ന് ഒരു സമയത്ത് ഞാനിപ്പോൾ 30 കൊല്ലമായി എൻ്റെ കൂടെ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബെന്നി ജോസഫ് കൊച്ചിയിൽ ജനിച്ചു വളർന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു സമയത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് ഇവിടുത്തെ ഗുണ്ടാ പ്രവർത്തനങ്ങളൊക്കെ ഈ പറഞ്ഞ മാതിരി തന്നെ 1, 2, 4 ആൾക്കാരൊക്കെ വളരെയധികം കൂടുതലായിട്ട് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് എൻ്റെ കൃത്യമായിട്ടുള്ള ഓർമ്മ പറയുകയാണെങ്കിൽ 2004 സർക്കിൾ ഇൻസ്പെക്ടറെ കൊച്ചിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗുണ്ടകളെ. എനിക്ക് പേര് ഓർമ്മ വരുന്നില്ല, ബെന്നിക്ക് ഒരു പക്ഷേ ഓർമ്മ ഉണ്ടായിരിക്കും, ബെന്നി പറയുമായിരിക്കും. സുനിൽ ജേക്കബ്. അദ്ദേഹം കറക്റ്റായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഓപ്പറേഷൻ സിനിമയിലെ സുരേഷ് ഗോപി നടത്തുന്നതൊന്നും ആയിരുന്നില്ല. അദ്ദേഹം കൃത്യമായിട്ടുള്ള ഓപ്പറേഷൻ നടത്തി മുന്നേറുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം വന്നതും അദ്ദേഹത്തിന് പോകേണ്ടി വന്നതും. അപ്പോൾ ഈ 40% പോലീസുകാർ എന്തുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ 40% പോലീസുകാരെ പിന്നിൽ ഇവിടുത്തെ രാഷ്ട്രീയ പിന്തുണയുണ്ട് എന്നുള്ള കാര്യമാണ് ഈ സുനിൽ ജേക്കബിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ നോക്കി നോക്കുക പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ്. ടണ്ണ് കണക്കിന് സ്വർണം ഓരോ ആഴ്ചയിലും കൊച്ചിയിലും കോഴിക്കോടും തിരുവനന്തപുരത്തും എയർപോർട്ട് കേന്ദ്രീകരിച്ച് പിടിക്കപ്പെടുന്നുണ്ട്. ഇതിലത്തെ ഈ കാരിയർമാരല്ലാത്ത ആരെയെങ്കിലും പിടിച്ചതായിട്ട് അപർണയ്ക്ക് ഇപ്പോൾ ഈ ചർച്ചയിൽ പറയാൻ പറ്റും? ആരും പിടിക്കില്ല. കാരണം അത് വരുന്നു, അത് പിടിക്കപ്പെടുന്നത് കാരിയർമാർ പിടിക്കുന്നു, അതിന് കൃത്യമായ പിഴ ചുമത്തിയിട്ട് ഊരാൻ പറ്റുന്ന കേസുകളിൽ അങ്ങനെ ഊരുന്നു, അല്ലെങ്കിൽ അത് തേച്ചു മാച്ച് കളയുന്നു. അപ്പോൾ കേരളത്തിലെ നിലവിലെ സ്ഥിതി ഇത്തരത്തിലൊരു സ്ഥിതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
ആൺഗുണ്ടയ്ക്ക് പെൺഗുണ്ടയിൽ പിറക്കുന്ന ഒരു കുട്ടിയൊന്നുമല്ല ഈ ഗുണ്ടകൾ എന്ന് പറയുന്നത്. രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് ഇവിടുത്തെ അബ്കാരികളും ഇവിടുത്തെ ബിസിനസ്സുകാരും ഇവിടുത്തെ വ്യവസായികളും ഇവിടുത്തെ പോലീസും അവരവരുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ഗുണ്ടാ ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് നേരെ തടയിടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത് അങ്ങേയറ്റം ശ്രദ്ധിച്ചേ ഇവർ ചെയ്യുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഈ കൊച്ചിയിൽ ഇതേ ഞാൻ ഇതിനകത്ത് പറഞ്ഞു വിടുന്നത് ഇപ്പൊ ടോം തന്നെ റിപ്പോർട്ട് ചെയ്തതിൽ തന്നെ പുറത്തുവിടാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടായിരുന്നു. അത് രാഷ്ട്രീയ സ്വാധീനമാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് പോളിംഗ് ബൂത്തുകളിൽ ആളെ ഇറക്കാൻ വേണ്ടി കൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ആ കൊട്ടേഷൻ കൊടുക്കുന്നവരിൽ വളരെ വളരെ പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള പേരുകളുമുണ്ട്. ആ പേരുകൾ നമുക്ക് പുറത്തുവിടാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതായത് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനം ഇതിനകത്തുള്ളത് കൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനെതിരെ ശബ്ദമുയർത്താൻ മുന്നോട്ട് വരികയില്ല. അതുകൂടിയല്ലേ വ്യക്തം? തീർച്ചയായിട്ടും അത് ആ രാഷ്ട്രീയ പാർട്ടികളുടെയും ആ രാഷ്ട്രീയ പാർട്ടികളുടെ നടപടികളുടെയും ആരാണ് അതിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഇത്തരത്തിലൊരു ചർച്ചയിൽ ഞങ്ങളെപ്പോലുള്ളവർക്കും പറയാൻ പറ്റില്ല. പിന്നീട് കൊച്ചിയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ജീവിക്കാൻ പറ്റില്ല. ടോമിനും ജീവിക്കാൻ പറ്റില്ല. അപർണയ്ക്കും ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ കേരളത്തിലെ ഇത്തരത്തിലുള്ള ഗുണ്ടാ രാഷ്ട്രീയ മാഫിയകളുടെ കൂട്ടുകെട്ട് നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും വലിയ തോതിൽ വളർന്നു എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ആ പറഞ്ഞതൊന്ന് അവസാനിപ്പിക്കട്ടെ. അപർണ ഇടപെടരുത്. മോൻസൺ എന്ന് പറയുന്ന ഒരു തട്ടിപ്പുകാരൻ കൊച്ചി കേന്ദ്രീകരിച്ചിട്ട് അദ്ദേഹം ഒരു വ്യവസായ പ്രസ്ഥാനം പോലെ ഒരു പുരാവസ്തു ഗവേഷണശാല നടത്തിയപ്പോൾ അവിടെ നമ്മുടെ DGP അടക്കം ADGP അടക്കം ഒരു SP അടക്കം ഒരു IG അടക്കമുള്ളവരുടെ നിത്യേന സന്ദർശനത്താവളമായി മാറിയിട്ടുള്ള സ്ഥലമാണ് കൊച്ചി. അവിടെയാണോ ഇത്തരം ഗുണ്ടകൾക്ക് വളരാൻ വേണ്ടിയിട്ട് പോലീസുകാരിൽ നിന്നും ഒത്താശ ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളത്? ഇപ്പോൾ ഈയിടെ മരിച്ച സന്തോഷ് മാധവൻ മരിച്ച കേസ് പുറത്തു വന്നപ്പോൾ സന്തോഷ് മാധവന്റെ വീട്ടിൽ നിന്നൊരു സർക്കിൾ ഇൻസ്പെക്ടറുടെ യൂണിഫോം കിട്ടിയ കാര്യം തേച്ചുമാച്ച് കളഞ്ഞു. അതിനെപ്പറ്റി അന്നൊക്കെ കുറച്ച് പത്രങ്ങളും ഇത്തരം മാധ്യമങ്ങളൊക്കെ എഴുതിയെങ്കിലും ആ യൂണിഫോം ആരുടെയായിരുന്നു? അവിടുത്തെ നിത്യസന്ദർശകനായിരുന്ന ആ സർക്കിൾ ഇൻസ്പെക്ടർക്ക് സന്തോഷ് മാധവനുമായിട്ടുള്ള ബന്ധം എന്നായിരുന്നു? അപ്പോൾ അപർണ, ഇത്തരത്തിൽ നിങ്ങൾ ഈ നടത്തുന്ന 1 മണിക്കൂർ ചർച്ച കൊണ്ട് കൊച്ചിയിലെ ഇത്തരത്തിലുള്ള ഗുണ്ടാ രാഷ്ട്രീയ പോലീസ് കൂട്ടുകെട്ടിന് എന്തെങ്കിലും ഒരു വിധത്തിലുള്ളൊരു പരിഹാരം കാണാൻ സാധിക്കുമെന്ന നിലയ്ക്കാണെങ്കിൽ അത് വെറും വ്യാമോഹമാണെന്ന നിലയിലേക്ക് ഇത് തലയ്ക്ക് ട്യൂമർ ബാധിച്ചിരിക്കുകയാണ്. ഇവിടെ ഈ ചെയ്യുന്നതൊക്കെ ട്യൂമറിന് വിക്സ് പുരട്ടുന്നത് പോലുള്ള ചികിത്സകളാണ്. ഇവിടുത്തെ നിലവിൽ നമ്മുടെ പറയില്ല നികുതിദായകരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഭരണകർത്താക്കൾ അതാരുമാവട്ടെ, ഇപ്പം നമ്മൾ ഇതിനു മുമ്പുള്ള UDF സർക്കാരിൻ്റെ കാലമായാലും ഇപ്പോഴത്തെ LDF സർക്കാരിൻ്റെ ഭരണത്തിലായാലും ഈ ഗുണ്ടാ മാഫിയ കൂട്ടുകെട്ടിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടുന്നതൊക്കെ നികുതിദായകരെ ബോധിപ്പിക്കാനുള്ള തലയ്ക്ക് ബാധിച്ച ക്യാൻസറിന് വിക്സ് പുരട്ടുന്നത് പോലുള്ള ഒരു പ്രവർത്തനമാണ്. അതുകൊണ്ടൊന്നും ഇതിന്റെ വേരോടെ ഇത് അറുത്ത് കളയാനൊന്നും സാധിക്കില്ല. അപർണയും ടോമും പറഞ്ഞ ഒരു കാര്യം ഞങ്ങളെപ്പോലുള്ളവരെ വളരെയധികം മനോവേദനയിലാഴ്ത്തുകയാണ്. ഇവിടുത്തെ യുവാക്കൾ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിസ്സാരമായൊരു പ്രശ്നമല്ല. ഞാൻ അറിഞ്ഞിടത്തോളം അഭ്യസ്ത വിദ്യരായ യുവാക്കൾ പോലും, അതായത് IT പഠിച്ച വിദ്യാർത്ഥികൾ പോലും ഇന്ന് ഇവരുടെ ഈ ഗ്യാങ്ങിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ട്. അവിടെയാണ് കേരളം, പ്രത്യേകിച്ച് കൊച്ചി മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറി അതിന്റെ വിൽപ്പന കേന്ദ്രങ്ങൾ കൊച്ചിയിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ യുവാക്കൾക്ക് ഇന്ന് ആവശ്യം മയക്കുമരുന്നാണ്. ഇത്തരത്തിലുള്ള ഗുണ്ടാഗ്യാങ്ങുകളുടെ ആൾക്കാർ സിനിമ സ്റ്റൈൽ ഒരു പോയിന്റാണ്. ശ്രീ MK ഹരിദാസ്, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ബെന്നി ജനപക്ഷം, നേരത്തെ തന്നെ ഈ ടോമി ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് 300ഓളം പേർ ചെറുപ്പക്കാർ ഈ ഒരാളുടെ ഗ്യാങ്ങിനകത്ത് മാത്രം നിൽക്കുക. അതൊക്കെ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ളതാണ്. മുംബൈയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള പല സിനിമകളും കാണുമ്പോൾ മയക്കുമരുന്ന് വളരെ എളുപ്പത്തിൽ സപ്ലൈ ചെയ്ത് കിട്ടുക, അല്ലെങ്കിൽ ഈ അൺഎംപ്ലോയ്മെന്റിന് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കിട്ടുക, ആ തരത്തിൽ ഈ ഗ്യാങ്സ്റ്റർ ഗ്യാങ്ങുകൾ വളർന്ന് പന്തലിക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. ആ രീതിയിലേക്കുള്ള ഒരു വിഷയം കൂടി അഡ്രസ്സ് ചെയ്തുകൊണ്ട് വരികയാണോ ഇത്രയധികം യുവാക്കളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്? മറ്റ് പിന്തുണകൾ അത്രയും ശക്തമായ ഒരു ബാക്കപ്പ് നിൽക്കുന്നത് കൊണ്ടുകൂടിയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ആദ്യം തന്നെ ന്യൂസ് 18ന്റെ ടോമിന് ഒരു ബിഗ് സല്യൂട്ട്. എനിക്ക് കുറെ സഹായിക്കാൻ പറ്റൂട്ടോ ടോമെ, ഞാൻ കുറച്ചും കൂടി വിവരങ്ങൾ തരാം. നിങ്ങൾ പറഞ്ഞതിന്റെ ഒരു പടി മുകളിലായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, ഇതിന് ഇപ്പോൾ ഗുണ്ടാ സംഘം എന്നല്ല പറയണം, പാരലൽ പോലീസ് സ്റ്റേഷൻ എന്ന് പറയും. വേറൊരു നിയമ സംവിധാനം കൊച്ചിയിലും കേരളത്തിലും നടക്കുന്നുണ്ട്. പാരലൽ പോലീസ് അല്ലെങ്കിൽ പാരലൽ ലോ സിസ്റ്റം. പോലീസുകാരെക്കാട്ടിലും പവർഫുള്ളാണ് ഈ ഗുണ്ടകൾ. ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലും എൻ്റെ ഫാദറിന് ഇവിടെ 2-3 ബാറൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ കുറേ സിനിമയും പിടിച്ചിട്ടുള്ളതാണ്. ഈ 2 ഇൻഡസ്ട്രി ഇതിൻ്റെ പ്രധാന ഘടകമാണ്. മദ്യവും സിനിമ ഇൻഡസ്ട്രിയും ഗുണ്ടകളുടെ ഒരു ഈറ്റില്ലമാണ്.
എന്നാൽ ഞങ്ങളുടെ സമയത്ത് അത്രയൊന്നുമില്ല. ഞങ്ങളൊക്കെ ലാസ്റ്റ് ഈ പഞ്ചാബി ഹൗസ് യോധ വരെയൊക്കെയാണ്. ഇന്നത്തെ ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെയധികം മയക്കുമരുന്നുകൾ യൂസ് ചെയ്യുന്നുണ്ട്, കള്ളപ്പണം വരുന്നുണ്ട്. ദുബായിൽ നിന്നുള്ള സ്വർണ്ണ കള്ളക്കടത്തിന്റെ മേജർ ഇതും റിയൽ എസ്റ്റേറ്റും സിനിമ ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. പഴയ പ്രൊഡ്യൂസേഴ്സിന് ഒന്നും സിനിമ എടുക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല. കാരണം നമ്മുടെയൊക്കെ ഏറ്റവും വലിയ പടമായ യോധ പോലും 1 കോടി 1.25 കോടി രൂപയാണ്. ഇന്നൊരു പടത്തിന്റെ കഥ പറയണമെങ്കിൽ 5 കോടി വേണം, 50 കോടി വേണം, പിന്നെ 100 കോടിയുടെ ക്ലബ്ബ് തന്നെ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഈറ്റില്ലം എന്ന് പറയുന്നത്, ഇതിന്റെ ഹാച്ചറി എന്ന് പറയുന്നത് മദ്യം, മയക്കുമരുന്ന്, കഞ്ചാവ്, സ്വർണ്ണക്കള്ളക്കടത്ത്, ഫിലിം ഇൻഡസ്ട്രി. ഇത് മൂന്നും കൂടി ചേർന്ന ഒരു സിസ്റ്റർ കൺസേൺ പോലെയാണ് പോകുന്നത്. ഇനി ഞാൻ എൻ്റെ അനുഭവങ്ങൾ കുറച്ച് പറയാൻ പറ്റും. അതായത് പോലീസ് സ്റ്റേഷനിൽ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ ചെക്ക് കേസോ, ഒരു വീട് ഒഴിഞ്ഞു പോകുന്നതോ, ഒരു സ്ഥലക്കച്ചവടത്തിന്റെ കേസുമായിട്ട് എറണാകുളം കസ്ബ സ്റ്റേഷനിലോ സെൻട്രൽ സ്റ്റേഷനിലോ കമ്മീഷണർ ഓഫീസിലോ ചെന്നാൽ അവർ നമ്മളോട് ഒറ്റ വാക്കി പറയും, അയ്യോ ഇത് പണത്തിന്റെ ഇടപാടാണോ, നിങ്ങൾ സിവിൽ കോടതിയിൽ പോകാൻ പറയും. സിവിൽ കോടതിയിൽ പോകണമെങ്കിൽ ഏതെങ്കിലും വക്കീലിന്റെ കാല് പിടിച്ച് ഒരു 20 കൊല്ലമെങ്കിലും എടുക്കും. അതേ സ്ഥാനത്ത് ഈ പാരലൽ പോലീസ് എന്ന് പറയുന്ന ഗുണ്ടകളുടെ അടുത്ത് ഈ 20 ലക്ഷം 50 ലക്ഷത്തിന്റെ ഈ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ 5-10 ദിവസം കൊണ്ട് സെറ്റിൽ ചെയ്യും. 2-3 ലക്ഷം രൂപക്ക് ഇതുണ്ടാവും. എന്റെ തന്നെ കൊരട്ടിയിൽ ഒരു സ്ഥലം കൊടുത്തപ്പോൾ അതിൽ ഒരു 30 ലക്ഷം രൂപ ചെക്ക് കിട്ടിയിട്ട് ഞാനത് 15 കൊല്ലം കേസ് നടത്തിയിട്ട് എനിക്ക് ഈ പലിശ ഇല്ലാണ്ടാണ് കോടതിയിൽ നിന്ന് വിധി കിട്ടിയത്. അതേ സ്ഥാനത്ത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ എറണാകുളത്തുള്ള ഒരു പാർട്ടി ഓഫീസിൽ, കളമശ്ശേരിയിലുള്ള ഒരു പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി പണം കൊടുക്കുകയും അവർക്ക് ഇത്ര ശതമാനം പറഞ്ഞ് അവർക്ക് 10 ദിവസം കൊണ്ട് പൈസ കിട്ടി. നമ്മൾ നിയമത്തിന്റെ വഴിക്ക് പോയാൽ വളരെ ലേറ്റ് ആവുകയും, എന്നാൽ ഗുണ്ട കൊട്ടേഷൻ വഴി കാര്യങ്ങൾ എളുപ്പമാവുന്നത് കൊണ്ട് തന്നെയാണ് വലിയ സ്വർണ്ണ പണമിടപാട്, പലിശക്കാര്, ഫ്ലാറ്റ്, റിയൽ എസ്റ്റേറ്റ്, ഇങ്ങനത്തെ വലിയ കോടികളുടെ ഇടപാട് ചെയ്ത് നിങ്ങൾ പോലീസിലും കോടതിയിലും പോയാൽ ഒരിക്കലും നീതി കിട്ടില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സിനിമാക്കാരും ഇവരൊക്കെ ഈ ഗുണ്ടകളെ എടുക്കണം. ഇപ്പൊ കലൂര് തന്നെ മരട് അനീഷുമായിട്ട് ഞാനൊരു തർക്കമുണ്ടായി. ഒരു പാവം സ്ത്രീ, അത് ഞാൻ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നോക്കുന്നില്ല, ഒരു കടയുടെ മുമ്പിൽ ഇവിടുത്തെ പ്രശസ്തനായ മരട് അനീഷ് വന്ന് ഞാനുമായിട്ടൊരു തർക്കമുണ്ട്. ഞാൻ ഇത്രയും ചോദിച്ചോളൂ, നിങ്ങൾ നിയമത്തിന്റെ വഴിക്ക് പോകണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ കടയിൽ ഇടപെടണമെന്നാണ് ഞാൻ ചോദിച്ചത്. അന്ന് എനിക്കെതിരെ ഭയങ്കര അറ്റാക്ക് ആയിരുന്നു. അപ്പൊ അവിടെ 2 ടിപ്പർ ലോറി കല്ലുണ്ട്. അവിടെ തെറ്റ് ശരി ഞാൻ നോക്കുന്നില്ല. പോലീസ് ഇടപെടേണ്ടടുത്ത് ഗുണ്ടകൾ ഇടപെട്ടപ്പോൾ ഞാൻ അന്ന് DGP-നെ വിളിച്ചു പറഞ്ഞു, കമ്മീഷണറെ വിളിച്ചു പറഞ്ഞു, നോർത്ത് പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ, കസ്ബ പോലീസ് സ്റ്റേഷനിലെ ആ സമയത്ത് ഏതെല്ലാം മേഖലകളിലേക്ക് ഇത് വ്യാപിച്ചു കിടക്കുന്നു എന്നാണല്ലോ പറയുന്നത്. പക്ഷെ പോലീസിന്റെ ഒരു വിഷയം അത് കൂടി ഒന്ന് സംസാരിച്ചുകൊണ്ട് നമുക്ക് 1/2 മണിക്കൂർ അവസാനിപ്പിക്കാം. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ചർച്ച, പോലീസിന് ഈ വിഷയത്തിനകത്ത് ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായാവസ്ഥ, അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒരു സ്ഥിതി ഇല്ലേ? പോലീസിന് ഒരു ഗതികേട് എന്താണെന്ന് വെച്ചാല്, പോലീസ് ഈ നിയമം പറഞ്ഞിട്ട് എല്ലാം സിവിൽ കേസിൽ വിടുവാണ്. എന്നാൽ പോലീസിന് ഇൻട്രസ്റ്റ് ഉള്ള കേസുകൾ ഗുണ്ടകൾക്ക് അവർ മാറുകയും ചെയ്യും. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. ശ്രീ ജോർജ് ജോസഫ്, സിനിമാ മേഖലയുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് കൂടി എടുത്തു പറയുമ്പോൾ രാഷ്ട്രീയം സ്വാധീനം ഏത് തരത്തിലാണ് എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ട് തന്നെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. സിനിമാ മേഖലയിൽ നിർമ്മാതാക്കൾ തമ്മിലുള്ള കുടിപ്പക തീർക്കാൻ വേണ്ടി ഗുണ്ടാ സംഘങ്ങളെ ഉപയോഗിക്കുക, വീട്ടിൽ കയറി ഉണ്ടാക്കിയ ആക്രമണത്തിന്റെ വാർത്തകളൊക്കെ ഈയിടെയൊക്കെ വന്നു പോയതാണ്. അതുകൊണ്ട് തന്നെ സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് ഇതിനകത്ത് കൃത്യമായിട്ടൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് ഒരുപക്ഷെ പലരും ആരോപിച്ചതുപോലെ കൊച്ചി ബേസ് ചെയ്തുള്ള ആ ഒരു ബെൽറ്റിന് അങ്ങനെയുള്ള ചില ആരോപണങ്ങൾ അതിൽ കഴമ്പുണ്ടെന്ന് കരുതണോ? തീർച്ചയായിട്ടും അതിന് കഴമ്പുണ്ട്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളെല്ലാം നോക്കിക്കോളൂ. ഗുണ്ടകളുടെ പ്രവർത്തനം മാത്രമല്ല നമ്മൾ കാണുന്നത്, അതിനകത്ത് തമ്മിലടിക്കുകയും കൊല്ലുകയും ചെയ്യുന്നതും അതിനകത്ത് ഓരോ ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നതും മാത്രമുള്ള സിനിമകളാണ് എക്കോ വീണ്ടും തുടങ്ങി. അങ്ങനെയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പണം മുടക്കുന്നതും ഗുണ്ടകളൊക്കെ തന്നെ. ഇപ്പോൾ ഇറങ്ങുന്ന ഇങ്ങനെയുള്ള തല്ലിപ്പൊളി സിനിമകളെല്ലാം പണം മുടക്കുന്നത് ഗുണ്ടകളാണ്. അവരുടെ കയ്യിലേ പണമുള്ളൂ. അതുകൊണ്ട് ബെന്നി ജോസഫ് പറഞ്ഞത് വളരെ കറക്റ്റാണത്. കാരണം ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു 99% സിനിമകളും അങ്ങനെയാണ്. അപ്പൊ അതിലേക്ക് ആകർഷം. പിന്നെ സിനിമ എടുക്കാൻ പലർക്കും ഭയമാണ്. കാരണം പണം ഇപ്പം ഗുണ്ടകളുടെ ഇരിക്കില്ലേ, അവരുടെ ലഹരിക്കടത്തിന്റെ പണമുണ്ട്, അല്ലെങ്കിൽ ലഹരിക്കടത്ത് മൊത്തമായിട്ട് എടുത്തവരുടെ ഈ പണമുണ്ട്. അവരുടെ സിനിമാ ഫീൽഡിൽ വന്നു കഴിയുമ്പം ഈ ഗുണ്ടകളൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. പല ഗുണ്ടകളും പല സിനിമയിൽ നമ്മൾ കാണുന്നുണ്ട്, ചെറിയ റോളിലൊക്കെ കാണുകയാണ്. അപ്പൊ അത് നമ്മൾ നോക്കിക്കഴിയുമ്പം വളരെ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയി. അതിനകത്ത് വന്ന് ഈ ഗുണ്ടകളുടെ ഒപ്പം വന്നു ചേരുന്ന ചാൻസിന് വേണ്ടി വരുന്ന കുട്ടികളെല്ലാം ഈ രീതിയിലോട്ട് അവരും ഗുണ്ടകളുടെ പാർട്ടായി മാറുകയാണ്.
ഇതിനകത്ത് ഇപ്പം തന്നെ ഈ പെരുമ്പാവൂർ അനീഷിന്റെ കേസിനകത്ത് ഷിയാസ് കരീം എന്ന് പറഞ്ഞ ഒരു നടനും അയാൾ ഒരു ഗുണ്ടയാണ്. അപ്പൊ അയാൾ ഈ ഗാങ്ങിനകത്തുണ്ട്. ഈ പെരുമ്പാവൂർ അനീഷിന്റെ കൂടെയുള്ള ആളാണ് അത് ഇപ്പം വെളിപ്പെടുത്തിയ ഔറംഗസേബ് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ സിനിമാ മേഖലയില് ഇപ്പം പണം മുടക്കുന്നവര്, ഈ ഗുണ്ടാപ്പണിയും സ്വർണ്ണക്കടത്തുകാരും സ്വർണം പൊട്ടിക്കുന്നവരും അവരൊക്കെ തന്നെയാണ്. കാരണം അവരുടെ പൈസയുള്ളൂ, ഇഷ്ടം പോലെ എത്ര കോടി വേണേലും മുടക്കാം. അപ്പൊ അത് ബെന്നി ജോസഫ് പറഞ്ഞ 100% ശരിയാണ്. എനിക്ക് പല കാര്യത്തിലും അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പല ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞ് സിനിമാ ഫീൽഡിലുള്ളവർ ധാരാളം പേര് എന്നെ കാണാൻ വരുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും അനുഭവം ഇതാണ്, ഭയമാണ്. കാരണം അതിന് പണം മുടക്കാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പം തന്നെ എത്ര വേണേലും കൊടുക്കാൻ അവർ തരാം. അവർ പറയുന്ന രീതിയിൽ അതിനകത്ത് സിനിമ എടുക്കണം. അതിന് ഗുണ്ടയ്ക്ക്, ഏറ്റവും വലിയ ഗുണ്ടയ്ക്ക് ഒരു താരപരിവേഷം വേണം. അതാണ് കുട്ടികളെല്ലാം ആകർഷിക്കപ്പെടുന്നത്. അവരെല്ലാവർക്കും താരപരിവേഷം. കാരണം ഗുണ്ടകൾ വരുന്ന കാറ് ഇപ്പം തന്നെ പെരുമ്പാവൂർ അനീഷ് പോകണമെങ്കിൽ 8 കാർ അയാളെ പിന്നാലെ പോകുന്നെന്ന് അറിയുന്നത്. മിന്നൽ 2 കാറ്, ബാക്കി ഒരു 6 കാറ് പിന്നില്. അങ്ങനെയാണ് അയാൾ നീങ്ങുന്നത് തന്നെ. ഇതൊക്കെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരും ആ നാട്ടിലുള്ള കുട്ടികൾ കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതേ രീതിയിൽ നടക്കാനാണ് അവരും താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ തെറ്റിപ്പിരിഞ്ഞ ഗുണ്ടകളുടെ തമ്മിലുള്ള അടി നമുക്ക് ഉടനെ കാണാം. അധികം ദിവസമൊന്നും ഉണ്ടാകത്തില്ല. കാരണം അതിന്റെ മുന്നോടിയായിട്ടാണ് 3 പേരെ തട്ടിക്കൊണ്ട് പോയെന്ന് ഞാൻ പറയാം. അതുകൊണ്ടായിരിക്കണം ഇപ്പോഴേ ഈ ഔറംഗസേബ് ഇത് വെളിപ്പെടുത്താൻ തന്നെ കാരണം. ടോമിന്റെ അടുത്ത് പറയാനുള്ള കാരണം കാരണം ഏറ്റുമുട്ടലുണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറെ ശരി വേണം, അല്ലെങ്കിൽ കുറെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് കുറച്ച് നീതി വേണമെന്ന് കണക്കാക്കിയിട്ടാണ്. കാരണം അവിടെ ഉണ്ണിക്കുട്ടനെ കൊന്ന കേസിനകത്ത് 1-ാം പ്രതി ഇയാളാണ്. അത് അനീഷ് കൊടുത്ത കൊട്ടേഷൻ ആയിരിക്കാം, ഇവരതിന് പണം മോഹിച്ച് പോയി ചെയ്തതുമായിരിക്കാം. പക്ഷെ കേരളത്തില് ഇങ്ങനെ ഒരു മർഡർ കേസ് വന്നാല് ഇവരുടെയൊക്കെ ഭയം ഇടി പാഴ്സലായിട്ട് എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. ചില വ്യക്തികളെങ്കിലും നല്ല ഇടി കൊടുക്കും. അതൊന്ന്. രണ്ടാമത്, കേസ് ശിക്ഷിപ്പിക്കാനും 90% ഇതുപോലെയുള്ള പ്രവർത്തനത്തിലുള്ള കേസിനകത്ത് ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഇവര് കൊട്ടേഷൻ എടുത്ത് ആളെ തട്ടിക്കൊണ്ട് പോയി കേരളത്തിന് വെളിയിൽ കൊണ്ടുപോയി കൊല്ലുകയാണ്. അവിടെ ഇത്രയും പ്രോസിക്യൂഷന് ഇത്ര പ്രാധാന്യമൊന്നും അവിടുത്തെ പോലീസ് കൊടുക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഗുണ്ടകൾക്കറിയാം, അവരുടെ പൾസ് നോക്കാൻ നമുക്കറിയാം. ഞാൻ തിരുവനന്തപുരത്ത് ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ഒരാള് എന്നെ വന്ന് കണ്ടു. അയാളെ ഇവിടുന്ന് ഒരു കൊട്ടേഷൻ, ഈ മൈസൂരിലാണ് പോയത്. മൈസൂരും കർണാടകയുടെ ബാംഗ്ലൂരും പോയി 2 സ്ഥലത്ത് ഈ പയ്യനെ കൊണ്ട്. ഇവൻ നല്ല ചുണയനാണ്, ചെറിയ ക്രിമിനൽ കേസിൽ പെട്ടിട്ടുണ്ട്. ഇവിടുന്ന് അയാളെ റിക്രൂട്ട് ചെയ്ത് പോവുകയാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അതിന്റെ ഏറ്റവും വലിയ ചീഫിനെ കാണാൻ പറ്റിയില്ല. അതിന്റെ താഴെക്കടയിലുള്ള 2 പേരെ കാണാൻ പറ്റിയിട്ടുള്ളൂ. മറ്റേയാളെ കാണാൻ പറ്റത്തില്ല. അയാൾ വലിയ 7th സ്റ്റാർ ഹോട്ടലിലൊക്കെയാണ് കിടക്കുന്നത്. അത്ര കോസ്റ്റ്ലി കാറിലാണ്. ഇതിനൊക്കെ ദൂരെ നിന്നൊക്കെ കണ്ടിട്ടിങ്ങി പോന്നു. അതിനുശേഷം ഈ പണി നമുക്ക് പറ്റിയതല്ല എന്ന് പറഞ്ഞ് പോകുന്നതാണ്. അപ്പൊ റിക്രൂട്ട്മെന്റ് ഉണ്ട്. ഇപ്പം തന്നെ നമുക്കറിയാം, റഷ്യയിലൊക്കെ നമുക്ക് അവിടെ യുദ്ധത്തിന് ആളെ റിക്രൂട്ട് ചെയ്യുന്ന കണ്ടില്ലേ നമ്മുടെ കുട്ടികൾ 3-4 പേരെ കാലും കയ്യും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിരിക്കുന്നു. അപ്പൊ ഇതിന് ഈ കൊട്ടേഷന് എടുക്കാൻ പോകാനൊക്കെ അവർക്ക് ത്രില്ലാണ്. തിരുവനന്തപുരത്ത് എന്നെയുള്ള ഞാൻ ആ വിഷയത്തിലേക്കാണ് കടന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രധാനമായിട്ട് നമ്മൾ ഈ ഫോക്കസ് ചെയ്ത് പറയുന്നത് കൊച്ചിയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ മാസമാണ് തിരുവനന്തപുരത്തെ 2 ഡിവൈഎസ്പിമാർക്കെതിരെ നടപടി ഉണ്ടായത്. അത് ഈ പോലീസ് ഗുണ്ടാ ബന്ധത്തിൽ. അതുപോലെ തലസ്ഥാന നഗരവും ഇടയ്ക്കൊന്ന് ശാന്തമായിരുന്നു. പക്ഷെ വീണ്ടും ഈ വിഷയങ്ങൾ വീണ്ടും സജീവമായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക തന്നെയാണ് എന്ന് കൂടിയാണോ? അത് കൃത്യമായിട്ട് അതുകൊണ്ടാണ്. തലസ്ഥാന നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ ഗുണ്ടകളുള്ളത്. ട്രിവാൻഡ്രം സിറ്റിക്കകത്തും റൂറലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗുണ്ടകളുണ്ട്. പക്ഷെ ഇവിടുത്തെ ഗുണ്ടകളെല്ലാം മറ്റേ എതിർ ഗുണ്ടകളുടെ കാല്, അവിടെ എവിടെയൊക്കെ നമുക്ക് കുറച്ച് കാല് കിടന്ന് കിട്ടി. കഴക്കൂട്ടത്തിൽ 2 കാല് കിട്ടി. ഇവിടെ ഒരു കാല്, തമിഴ്നാട്ടിലൊരു ഗുണ്ടയുടെ കാല് കിട്ടിയത് ആള് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. അത് പൂന്തറ കിടന്ന് അവിടുത്തെ വേസ്റ്റിനകത്ത് ഒരു കാല് കിട്ടി. അപ്പൊ കാല് വെട്ടി. അപ്പൊ അതങ്ങ് നടക്കുകയാണ്. അത് ആരുടെ കാലാണെന്ന് ഇന്നുവരെ പോലീസ് കണ്ടുപിടിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഇതുപോലൊരു, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഒരു SIയുടെ മകന്, അയാൾ റിട്ടയർ ചെയ്തു, അദ്ദേഹം മരിച്ചുപോയി. കൊച്ചുമകൻ എനിക്ക് നല്ല ചെറുപ്പം പോലെ അറിയാം. അവൻ ഈ ക്രൈം കണ്ട് തിരുവനന്തപുരത്തെ കണ്ണാടി ഷാജി ഉൾപ്പെടെയുള്ളവരുടെ കൊലപാതകത്തെ കേസിനകത്ത് പ്രതിയായി. കാരണം അവരോട് കാണാനും പോകാനും കോടതി പോകാനും ഈ പയ്യൻ 10ാം ക്ലാസ് 12ാം ക്ലാസ് പോലെ ഇതിനോട് ഒരു അഫിലിയേഷൻ വന്ന ശേഷം ആ ഗാങ്ങിൽ പോയി അവരുടെ ഒരു ഓപ്പറേഷനിൽ ഇയാളും പെട്ടു. ഇപ്പൊ ജീവവിരുദ്ധത്തിന് കിടക്കുകയാണ്. അത് 18 വയസ്സുള്ളപ്പം തന്നെ 18-19 വയസ്സിലെ പ്രതിയായി. അപ്പൊ അത് ഒരു ടിപ്പിക്കൽ കേസ്. അതാ പറഞ്ഞ്
നമ്മൾ ഈ എപ്പോഴാണ് ഈ കുട്ടികൾ ഈ സിനിമ കണ്ട് അതിനകത്ത് മുഴുവൻ വേറെ നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമ ഇപ്പൊ ഇല്ല. ബെന്നി ജോസഫിന് അതൊക്കെ അറിയാം. ഇപ്പോഴത്തെ സിനിമ എല്ലാം ഭ്രമയുഗം ആയാലും ശരി, ഏതായാലും ശരി, മലയാളത്തിലെ ഒരു ഫാൻസി ഉള്ള ആൾക്കാരൊക്കെ വേറെ ചില യുഗത്തിൽ താമസിക്കുന്ന പോലെയുള്ള സാധനങ്ങളാണ് വരുന്നത്. അപ്പൊ നമുക്കൊരു നല്ല മെസ്സേജ് കുട്ടികൾക്കും സമൂഹത്തിനും കൊടുക്കാനുള്ള സിനിമകളൊന്നും ഇറങ്ങുന്നില്ല. അതൊക്കെ കഴിഞ്ഞുപോയി, ആ കാലഘട്ടം കഴിഞ്ഞുപോയി. ഇപ്പൊ അത് ഫൈനാൻസ് മുടക്കുന്നത് മുഴുവൻ ഈ ഗുണ്ടകളാണ്. ഇവിടെ പുത്തമ്പാല രാജേഷും ഓംപ്രകാശും അവർക്കൊക്കെ ഈ ഗുണ്ടകളുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ നമുക്ക് ഫ്രീസ് ചെയ്യാൻ പറ്റില്ല, പലരുടെ പേരിൽ കിടക്കുകയാണ്. അയാൾ ഒളിവിൽ പോയിട്ട് ഇന്ത്യ മുഴുവൻ തപ്പി അവസാനം ആ പോലീസ് ഓഫീസേഴ്സ് ഇയാൾ വിയറ്റ്നാമിലാണ് നിൽക്കുന്നത്. കാരണം അന്നേരം അടുത്ത ഫ്ലൈറ്റിൽ കയറി അങ്ങ് പണമുണ്ട്, ഒരു പ്രശ്നവുമില്ല, വ്യാജമായ മിസ ആയാലും ശരി. വിയറ്റ്നാമിൽ നിന്ന് ഇപ്പം ഈയിടെ വന്ന് ബാംഗ്ലൂർ എങ്ങാണ്ട് വന്ന് പിടിച്ചു. അപ്പം ഇന്ത്യ വിട്ട് ഏത് സൗത്ത് ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളിലും വളരെ ഈസി ആയിട്ട് ടൂറിസ്റ്റ് പോലെ അങ്ങ് പോവുകയാണ്. അതിനുള്ള സാമ്പത്തിക ഇവർക്കുണ്ട്, അതുപോലെ ഫണ്ടുണ്ട് പല ആൾക്കാരും. പിന്നെ വെളിയിലിരിക്കുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ, കാരണം ഇവിടെ ഒരു സ്ഥലം കൂടുതൽ വാങ്ങുന്നതോ ഫ്ളാറ്റ് നിർമ്മിക്കുന്നതെല്ലാം ഗുണ്ടകളുടെ സഹായം ഇല്ലാതെ കേരളത്തിൽ നടക്കത്തില്ല, ഇന്ത്യയിൽ നടക്കത്തില്ല, ബോംബെയിലായാലും ഡൽഹിയിലൊക്കെ അങ്ങനെ തന്നെ. കേരളത്തിലെ മുഴുവൻ എടുത്ത് നോക്കിക്കോളൂ. നമ്മളൊരു 3 ഏക്കർ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ മണ്ണ് നികത്തുന്നത് മുഴുവൻ ഈ ഗുണ്ടകളുടെ സഹായം ഇല്ലാതെ നടക്കൂല. മണ്ണ് കൊണ്ടുപോകാനും തിരിച്ചിടാനും ക്വാറിയിൽ നിന്ന് കല്ല് വരാനും എല്ലാം അങ്ങനെയാണ് അത് ആ ബിസിനസ് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഒരാൾക്കും ഒരു ചെറിയൊരു വീട് നിങ്ങൾ വെച്ച് നോക്കിക്കോളൂ, മണ്ണ് കല്ല് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ചില ഗുണ്ടാ പീസ് കൊടുത്തേ പറ്റുള്ളൂ. കാരണം നമുക്കത് കണ്ടാൽ നോക്കാം. നേരത്തെ ബെന്നി ജോസഫ് പറഞ്ഞൊരു കാര്യം, പല പോലീസ് സ്റ്റേഷനിലെ ആൾക്കാർ ചെന്നുമ്പം അത് സിവിലാന്ന്. നമ്മൾ സിവിൽ അല്ലാതെ, കാരണം പണം വാങ്ങിച്ച് തട്ടുന്നതൊക്കെ ചീറ്റിങ്ങിനകത്ത് വരുന്നത്. പോലീസ് എന്താണ് ഇടപെടാതെ ഒഴിയുകയാണ്. പണം വാങ്ങിയത് സിവിലാന്ന് പറഞ്ഞ് കേസ് റെഫർ ചെയ്യുന്ന ഒഴിയുന്നു. അതെന്തായാലും DGP ഉൾപ്പെടെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ അത് ശ്രദ്ധിക്കണം. കാരണം ഇത് പോലീസ് ഇടപെടാതിരിക്കുന്നിടത്തോളം കാലം അതൊരു കൊലപാതകത്തിലോ ഒരു വലിയൊരു അക്രമത്തിലോട്ട് ചെന്ന് അവസാനിക്കുന്നു. അതുകൊണ്ട് പോലീസ് എല്ലാ കാര്യത്തിലും ഇടപെടണം, സിവിലായ ഇടപെട്ടാൽ അങ്ങനെ ആ രീതി വരണം. അത് ഓക്കെ, ഞാൻ തിരികെ എത്താം. ബെന്നി ജനപക്ഷം, ഞാൻ താങ്കൾക്ക് വരുന്നതിന് മുമ്പ് MK ഹരിദാസ്, പോലീസിന് ഇടപെടാനുള്ള പരിധി, അതിന്റെ പരിമിതി, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇടപെടണമെന്ന് പോലീസ് വിചാരിച്ചാലും അത് എത്രത്തോളം തരത്തിൽ, എത്രത്തോളം ഒക്യുപ്പൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള ഗാഡ്ജറ്റുകൾ അടക്കം ഉള്ള ഒരു സംഘങ്ങളായിട്ടൊക്കെ ഇത് മാറുന്ന ഒരു സാഹചര്യമാണ്. നമ്മുടെ പോലീസിന് അതുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഇതിനൊപ്പം ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് കരുതുന്നവരുണ്ടെങ്കിൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം പോലും അത് എത്രത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാകും. അല്ലെങ്കിൽ സമൂഹം മാറി ചിന്തിരിക്കണം. സമൂഹം പക്ഷേ ഈ പറയുന്ന പോലെ നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ യുവതലമുറ ഫാസിനേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് ഇത്തരം ഗ്യാങ്ങുകളിൽ അകത്ത്. അപ്പോൾ ഇതിന്റെ കോർ വരുന്നത് രാഷ്ട്രീയ സ്വാധീനം, രാഷ്ട്രീയ പിന്തുണ, കൃത്യമായി ഇതിനെ തിരുത്തേണ്ടവർ ഇതിനൊപ്പം നിൽക്കുക, ഇതിന് വളം വെച്ചു കൊടുക്കുക, ഒത്താശ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അതായത് എല്ലാ പോയിന്റുകളും എല്ലാ വിരലുകളും ചൂണ്ടപ്പെടേണ്ടത് രാഷ്ട്രീയ നേതൃത്വങ്ങളിലേക്ക് തന്നെയാണ് എന്ന് വരുന്നുണ്ടോ ഇപ്പോൾ? ഒരു സംശയവുമില്ല. ഇവിടുത്തെ പോലീസിലത്തെ 40% പോലീസുകാരെ ഈ ഗുണ്ടാ ഗാങ്ങുകൾക്ക് പോലീസിന്റെ നടപടികൾ പോലും കൃത്യമായിട്ട് നിങ്ങൾക്കെതിരെ റെയ്ഡ് വരാൻ പോകുന്നു, നിങ്ങളെ ഇന്ന സ്ഥലത്ത് വെച്ച് പിടിക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെ ചോർത്തിക്കൊടുക്കാൻ ഇവിടുത്തെ പോലീസുകാർ തയ്യാറാകുന്നുണ്ട് എങ്കിൽ അതിന് രാഷ്ട്രീയത്തിന്റെ വലിയൊരു പിന്തുണ ഉണ്ട്. അവർ കർട്ടന് പുറകിൽ നിന്നുകൊണ്ട് ഇത്തരം പോലീസുകാരെ കൊണ്ട് അത് ചലിപ്പിക്കുകയാണ് എന്ന് വേണം നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ നികുതിദായകർ മനസ്സിലാക്കാൻ. കാക്കനാട് കളക്ടറേറ്റിന് മുമ്പിൽ മോട്ടോർ സൈക്കിൾ സൈഡാക്കിയിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്നും മറ്റൊരു മോട്ടോർ സൈക്കിൾ വന്ന് അയാളെ ഇടിച്ച് തെറിപ്പിച്ച് ആ വണ്ടി നിർത്താതെ പോയി. പക്ഷെ ആരോ ആ വണ്ടിയുടെ നമ്പർ ഇദ്ദേഹത്തിന് നോട്ട് ചെയ്ത് കൊടുത്തു. ആ നമ്പറുമായിട്ട് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുത്തെ സബ് ഇൻസ്പെക്ടർ ഈ മോട്ടോർ സൈക്കിൾ ഇടിച്ചിട്ട് നിർത്താതെ പോയ വ്യക്തിയെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് അയാൾ ഫോണിൽ മൈക്കിലിട്ടിട്ടാണ് ഈ പോലീസുകാരൻ വിളിച്ചത്, ഈ സബ് ഇൻസ്പെക്ടർ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് തിരിച്ചു വിളിച്ച് പറഞ്ഞു, സാറേ ഇത് ഞാനാണെന്ന്. ഈ ഞാനാണെന്ന് പറഞ്ഞിട്ട് പേര് പോലും പറഞ്ഞില്ല. ഈ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് നീയായിരുന്നു ശരിയെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് ഈ മോട്ടോർ സൈക്കിളിൽ സൈഡാക്കി സംസാരിച്ചു കൊണ്ടിരുന്ന എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത് എന്താണെന്നറിയോ, നോക്ക് അതൊക്കെ വലിയ വലിയ ഗാങ്ങാണ്, വെറുതെ അനാവശ്യമായിട്ടുള്ള പ്രശ്നത്തിന് പോകണ്ട, നീ ഇൻഷുറൻസിൻ്റെ കാശ് കിട്ടും നോക്കിക്കോ, അവർ ായിട്ടൊന്നും നടപടി എടുക്കാൻ പറ്റില്ലെന്ന്. ഒരു ഫോണിലൂടെ ശബ്ദം മനസ്സിലാക്കിക്കൊണ്ട് ഒരു സബ് ഇൻസ്പെക്ടർക്ക് അത് ആരാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ പോലീസുകാരും ഇവിടുത്തെ ഗുണ്ടാ സംഘങ്ങളും തമ്മിലുള്ള ബന്ധം എത്തി എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. തലയ്ക്ക് ചേരാത്ത തൊപ്പിയും തൊപ്പിക്ക് ചേരാത്ത തരയായിട്ട് കേരളത്തിലെ ഒരുപാട് പോലീസുകാരുണ്ട്. അത്തരത്തിലുള്ള ഒരു വിഭാഗം പോലീസുകാർ ഇത്തരക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുമ്പോൾ അവരെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയക്കാർ ഇത് നിർത്താനല്ല ശ്രമിക്കുന്നത്. എത്രത്തോളം പ്രോത്സാഹനജനകമായിട്ട് ഇത് മുൻപോട്ട് കൊണ്ടുപോകാം. ഇപ്പോൾ ഇലക്ഷൻ
സമയമാണ്. ഒരുപാട് സഹായം ഇത്തരത്തിലുള്ള ചെറിയ ഗുണ്ടാഗങ്ങളുടെയും വലിയ ഗുണ്ടാഗങ്ങളുടെയും ഇവർക്ക് വേണം. അതിനു വേണ്ടിയിട്ട് അപർണ 6800 കോടി രൂപയുടെ കൺസ്ട്രക്ഷനാണ് കേരളത്തിൽ ഒരു കൊല്ലം നടക്കുന്നത്. 800 കോടി രൂപയുടെ അവയവ ബിസിനസ് നടക്കുന്നുണ്ട് കേരളത്തിൽ. 800 കോടി രൂപയുടെ ഏകദേശം 5000 കോടി രൂപയുടെ സിനിമാ വ്യവസായം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള പണം മുടക്കുള്ള പല കാര്യങ്ങളും. ഇപ്പോൾ അപർണ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ ഈ ഓൺലൈൻ ഈ മറ്റേ പണമിടപാട് തട്ടിപ്പിന്റെ കഴിഞ്ഞ ഒരു 2 കൊല്ലമായിട്ട് ഇത്രയധികം വർദ്ധിക്കാനുള്ള കാരണം എന്താ? ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരാണ്? ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ പോകുന്ന അപർണയും ഞാനും ആ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് നിർമ്മാണം ഇന്നാള്. അത് വെറും ഒരു ഡെമ്മി പേരാണ്. ഇതിന്റെ നിർമ്മാതാക്കളൊക്കെ ഇതിന്റെ പുറകിലാണ്. അപ്പൊ സിനിമാ മേഖലയുടെ പരിപൂർണമായ നിയന്ത്രണവും അവയവ മാഫിയയുടെ നിയന്ത്രണവും അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണങ്ങളുടെ നിയന്ത്രണവും എന്തിനു പറയേണ്ട ഒരു സാധാരണ പെട്ടിക്കട നടത്തണമെങ്കിൽ പോലും ഇത്തരക്കാരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ പരിതസ്ഥിതി കൊണ്ട് ചെന്ന് എത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ടും നമ്മള് വളരെയധികം ഉച്ചത്തിൽ മൈക്കിൽ വിളിച്ച് പറയുമ്പോൾ നേരത്തെ ശ്രീ ബെന്നി ജനപക്ഷം പറഞ്ഞു, അങ്ങനെ ഒരു ഇൻഡസ്ട്രിയെ പറയുമ്പോൾ അതൊരു വളരെ ജനറലൈസ് ചെയ്തുകൊണ്ട് അങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക് വരികയില്ലേ? സ്വാഭാവികമായിട്ടും ഇത്തരം ചില ആരോപണങ്ങൾ പല ഭാഗത്തു നിന്ന് വരികയും പ്രധാനപ്പെട്ട സിനിമാ നിർമ്മാതാക്കളടക്കം അതിനെല്ലാം നിഷേധിച്ചുകൊണ്ട് പലതവണ പ്രസ്താവനകളുമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വരികയും ചെയ്തതാണ്. അങ്ങനെ ഒറ്റയടിക്ക് ഒരു ഇൻഡസ്ട്രിയെ പറയുന്നതിനും ഇല്ലേ അതിൽ ഒരു മര്യാദകേട്? നോക്കൂ, ഇപ്പോൾ ഗോകുലം ഗോപാലൻ സിനിമ നിർമ്മിക്കുന്നുണ്ട്. ഗോകുലം ഗോപാലിനെ ഈ ഗുണ്ടാ ഗാങ്ങുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതുപോലെ തന്നെ MT വാസുദേവൻ നായരും നമ്മുടെ ഹരിഹരൻ ടീമൊക്കെ ഒരു സിനിമ നിർമ്മിക്കുകയാണെങ്കിൽ ഇത്തരം ഗുണ്ടാ ഗാങ്ങിന്റെ പിൻബലത്തോടു കൂടി നിർമ്മിക്കുകയോ ചോദിച്ചാൽ ഇല്ല. എല്ലാ ഒരുപാടുണ്ട് അപർണ. അങ്ങനെ നമ്മൾ അടച്ചു പറയുന്ന ഒന്നിനും ഇപ്പോൾ പോലീസുകാരുടെ കാര്യത്തിൽ ഞാൻ 60% നല്ലതാക്കിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലെ ഓട്ടോ ഡ്രൈവർമാർ ആരെങ്കിലും ഒരു സ്ത്രീയെ വഴിതെറ്റിച്ചു കൊണ്ടുപോയിട്ട് ബലാത്സംഗത്തിന് ശ്രമിച്ചാൽ കേരളത്തിലെ ഓട്ടോറിക്ഷക്കാരൊക്കെ മോശമാണെന്ന് പറയാൻ നമുക്ക് പറ്റുമോ? എത്രയോ ആൾക്കാർ നല്ല പുണ്യപ്രവർത്തികൾ ചെയ്യുന്നു. ആസ്പത്രിയിൽ പോയിട്ട് അവന്റെ കയ്യിലുള്ള പോക്കറ്റിൽ പൈസ എടുത്തു കൊടുക്കുന്ന ഓട്ടോറിക്ഷക്കാരെ നമുക്കറിയാം. അപ്പൊ സമൂഹത്തിൽ എല്ലാറ്റിലും ഉണ്ട്, സിനിമാ നിർമ്മാതാക്കളിലും ഉണ്ട്. ഞാൻ ഒരിക്കലും അടച്ച് സിനിമാ നിർമ്മാണ മേഖല മുഴുവൻ ഗുണ്ടാ ഗാങ്ങും ഇവിടുത്തെ ഇത്തരത്തിലുള്ള ചീത്ത പ്രവണതകളും നിറഞ്ഞൊരു മേഖലയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നല്ലതുണ്ട്, ചീത്തയുണ്ട്. പക്ഷേ ഒരു കാര്യം അപർണ, കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഈ ഇപ്പോൾ 3 മാസത്തിലിടയ്ക്ക് സിനിമയുടെ നിർമ്മാണം എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു നോക്കണം. അതിൽ എത്രണ്ണം തന്നെ തിയേറ്ററിൽ വരുന്നു. ഈ OTT പ്ലാറ്റ്ഫോമുകളിൽ കളിക്കാനേ അവർക്ക് താല്പര്യമുള്ളൂ. കാരണം അതിൻ്റെ ലക്ഷ്യം സിനിമയിലൂടെ ഒരു സന്ദേശം ജനങ്ങളിൽ എത്തിക്കുകയല്ല. കുറേ പണം അത്തരത്തിൽ ചെലവാക്കപ്പെടേണ്ട കുറേ പണം കുറേ ആൾക്കാരുടെ അടുത്തുണ്ട്. അത് ചെലവാക്കണം. അതിലൂടെ കിട്ടി പോയാൽ പോയിക്കോട്ടെ. പക്ഷെ അതിലൂടെ എന്താണ് ഉണ്ടാക്കുന്നത്? ഇത്തരത്തിലുള്ള സന്ദേശം യുവാക്കളിലേക്ക് ഗുണ്ടാ ഗാങ്ങുകളുടെ പ്രവർത്തനത്തിലൂടെ എന്തെന്നാ പറയേണ്ട ഒരു ഹീറോയിസത്തിലേക്ക് എത്താൻ പറ്റുമെന്നുള്ള സന്ദേശമൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നുവെങ്കിൽ അതിന് കടിഞ്ഞാണിടേണ്ടത് സർക്കാരാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ സർക്കാർ ഈ കാര്യത്തിൽ കേവലം നോക്കുകുത്തികളാണ്. മറ്റൊരു കാര്യം കൂടി പറയാൻ അപർണ എന്നെ സമ്മതിക്കണം. ഇവിടുത്തെ ഈ ഗുണ്ടാ ആക്ടിനെ പറ്റി വളരെ കൊട്ടിഘോഷിക്കുന്നുണ്ട്. കാപ്പ നിലവിലുള്ളതല്ലേ, എത്രത്തോളം പിടിച്ചിട്ട് ജയിലിലിടുന്നു, 6 മാസം കഴിഞ്ഞാൽ നാട് കടത്തുന്നു. ഈ നാട് കടത്തുക എന്ന് പറഞ്ഞ പ്രഹസനം ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ. കൊച്ചിയിലുള്ള ഒരു ഗുണ്ടയെ തൃശ്ശൂര്, അദ്ദേഹത്തിന് കൊച്ചിയിലേക്ക് വരാൻ പാടില്ല, ചാലക്കുടി അതിർത്തി കഴിഞ്ഞിട്ട് കൊച്ചിയിലേക്ക് വരാൻ പാടില്ല. ഒരു കണക്കിന് അവരുടെ പ്രവർത്തനം കുറച്ചും കൂടി ഭംഗിയായിട്ട് നിർവഹിക്കാൻ അവിടെയാണ്. കാരണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ടെലികമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം വളർന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യത്ത്, ഒരു ലോകത്ത് ഈ തൊട്ടടുത്ത ജില്ലയിലേക്ക് ഒരു ഗുണ്ടയെ നാട് കടത്തുക എന്ന് പറഞ്ഞ പ്രഹസനമൊക്കെ നിർത്തേണ്ട സമയമായില്ലേ? അപ്പോൾ അതൊന്നുമല്ല വേണ്ടത്. അതുപോലെ തന്നെ ഇവരെ ഈ 6 മാസം ഈ ഗുണ്ടകളെ ജയിലിൽ ഇടുന്നുണ്ട്, ഈ കാപ്പ ചുമത്തിയിട്ട്. ഇവർക്ക് എന്തെങ്കിലും ബോധവൽക്കരണം നൽകാനോ അവർ ജയിലിൽ നിന്ന് വരുമ്പോൾ അവർക്കൊരു പുനരധിവാസം സൃഷ്ടിക്കാനോ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യും? ഈ പ്രാക്ടിക്കലാകുമെന്നുള്ള വിഷയം കൂടിയുണ്ട്. അങ്ങനെ ഒരു ഉപദേശത്തിൽ കൂടെ നന്നാക്കിയെടുക്കാവുന്ന ഒരു തരത്തിലൊക്കെ കഴിഞ്ഞു പോയിട്ട് തന്നെ എത്രയോ കാലമായി എന്നുള്ള കൂടി ഞാൻ തിരികെ എത്താം. ബെന്നി ജനപക്ഷം ഉവ്വലോ അങ്ങനെ പറയരുത് പറഞ്ഞ. ഒരു മിനിറ്റ് ഈയിടെ മാനസാന്തരം വന്ന ഒരു ഗുണ്ട ഒരു സ്വകാര്യ ചാനലിൽ വന്നിരുന്നിട്ട് ഒരു ചർച്ചയിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആ പ്രതീക്ഷകളൊക്കെ അല്ലെങ്കിൽ അത്തരം ചില തിരിച്ചുവരവുകളൊക്കെ ഒരു 1000 രക്ഷപ്പെട്ടാൽ നല്ലതല്ലേ?
ഓക്കെ, അല്ല അങ്ങനെ നമ്മൾ പറയണത് എന്താ വെച്ചാൽ 1000 ഗുണ്ടകളിൽ ഒരാളെ നന്നാക്കി എടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് സമൂഹത്തിന് സർക്കാരിനും എന്ത് മറുപടിയാണ് നൽകാൻ ഒരു പ്രത്യേകിച്ച് ഒന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ഓക്കെ, ഞാൻ തിരികെത്താം. ശ്രീ ബെന്നി ജനപക്ഷം, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, നേരത്തെ പറഞ്ഞ പോലെ യുവതലമുറ അതിനകത്തേക്ക് പോകുന്നത്, വളരെ എളുപ്പത്തിൽ പോകുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ വളരെ പ്രധാനമായിട്ട് ചർച്ച ചെയ്തു പോകേണ്ടത് അല്ലെങ്കിൽ അന്വേഷിക്കപ്പെടേണ്ടത് മയക്കുമരുന്നിന്റെ ബന്ധം കൂടിയാണോ? ആ തരത്തിലുള്ള മയക്കുമരുന്ന് ലോബി ഇതിനിടയിൽ കൂടി വളർന്ന് വലുതാക്കുകയും കൃത്യമായി അത് അന്വേഷിക്കേണ്ട ഡിപ്പാർട്ട്മെന്റുകൾ ഈ ഒരു ആസ്പെക്റ്റിലേക്ക് അവരുടെ ശ്രദ്ധ പോകാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി പറയേണ്ടതായി വരുന്നില്ലേ? സത്യത്തിൽ ഈ മയക്കുമരുന്നും ഗുണ്ടായിസവും കൊലകളും എല്ലാം ഉണ്ടാവുന്നത് മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോഴല്ല. മനുഷ്യൻ വിശന്നിരിക്കുമ്പോൾ ആദ്യം അന്വേഷിക്കുന്ന ജോലിയാണ്. അത് കഴിഞ്ഞാൽ അവനും ഭക്ഷണം വേണം, പാർപ്പിടം വേണം, ഒരു സ്വസ്ഥത വേണം. പക്ഷേ ഈ സ്വർണ്ണ കള്ളക്കടത്തും സിനിമ ഇൻഡസ്ട്രിയുടെ കള്ളക്കണക്കും, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 2 ലക്ഷം രൂപക്കാണ് ആദ്യത്തെ പടം എടുക്കണം ചാമരം. യോധ എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് പടം 1 കോടി 1.25 കോടി. ഇപ്പോൾ ഈ കോടികളിട്ട് അമ്മാനമാടുമ്പോൾ കള്ളപ്പണം വൈറ്റാക്കുന്ന ഒരു വലിയ മേഖല. ഞാൻ എല്ലാ സിനിമക്കാരെയും അടച്ചല്ല പറയുന്നത്, വീണ്ടും ഇത് നിങ്ങൾ അങ്ങനെയല്ല പറയേണ്ടത്. ഭൂരിഭാഗവും ഇപ്പോഴും ബ്ലാക്ക് വൈറ്റ് ആക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്തിലൂടെ ഫ്ലാറ്റ് പണിയിലൂടെ റിയൽ എസ്റ്റേറ്റിൽ കൂടി മയക്കുമരുന്നിലൂടെ ഗുണ്ടായിസം, ഇതെല്ലാം ഒരു ലിങ്കാണ്. ഇനി ഒരു കാര്യം പറയാം, ഞാൻ നമ്മുടെ സിനിമാ നടൻ ദിലീപ്, കാവ്യ മാധവൻ, ഞാനും നമ്മുടെ നാദൃശയൊക്കെ കൂടി ഞങ്ങൾ ആലുവയിൽ ഇത്തിരി സ്ഥലം മേടിച്ചു ഒരു ഫ്ലാറ്റ് പ്രോജക്റ്റിന് വേണ്ടി. ഞങ്ങൾ മുഹമ്മദ് അനീഷിനെ കണ്ട് അതിന്റെ പേപ്പറുകൾ മുഴുവൻ ശരിയാക്കിയിട്ട് ലോറിയിൽ മണ്ണടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ലോറിയുടെ ചില്ല് തല്ലി പൊട്ടിച്ചു. അന്ന് പാർട്ടിയുടെ ഒരു നേതാവ് ഞങ്ങളുടെ ഓഫീസിൽ വന്നിട്ട് ചോദിക്കുകയാണ്, മണ്ണടിച്ച് നികത്തണം ഇങ്ങനെയാണ്. ഞാൻ ചോദിച്ചു, പിന്നെ മണ്ണടിച്ച് എങ്ങനെ നികത്തണം? പക്ഷെ പാർട്ടിനെ അത് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് ഗുണ്ടകളും കൂടി വന്ന് അന്തസ്സായിട്ട് ആലുവയിൽ ആ സ്ഥലം നികത്തി തന്നു. നികത്തിയിട്ട് ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷന്റെ ഒരു റെസീറ്റ് വെച്ചേക്കണ, ഇവര് അറിയാണ്ട് വെച്ചു പോയതാണ്. 50,000 രൂപ ആലുവ പോലീസ് സ്റ്റേഷനിൽ. ഞാൻ ഇതൊക്കെ കൂടി DGPക്ക് അയച്ചു കൊടുത്ത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, പണ്ട് ഹോർമിസ് തരകൻ സാർ ഇരിക്കുമ്പോഴും ജേക്കബ് പുന്നു സാർ ഇരിക്കുമ്പോഴും നമ്മൾ പോലീസിന് ഒരു ഇൻഫർമേഷൻ കൊടുത്താൽ അവർ നമ്മളെ റെസ്പെക്ട് ചെയ്യും, വെരി ഗുഡ് എന്നൊക്കെ പറയും. ഇന്നൊക്കെ നമ്മൾ പോലീസിൽ ഒരു വിവരം കൊടുത്താൽ നമ്മളെ ആദ്യം ആട്ടിപ്പായിക്കും. ഈ ഇടക്ക് ഇവിടെ ബ്രോക്കർമാരുടെ ഒരു വലിയ കൂട്ടായ്മയുണ്ട്, ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര്, അവര് ഒരു 3.5 കോടി രൂപയുടെ ഒരു സെറ്റിൽമെന്റ് പോലീസ് സ്റ്റേഷനിൽ അല്ലാതെ അവരുടെ ഓഫീസിൽ വെച്ച് 3.5 കോടി രൂപ, 12 കോടി രൂപ, 5 കോടി രൂപയുടെ ഒക്കെ സെറ്റിൽമെന്റ് ചെയ്യണതിന്റെ ഒരു വീഡിയോ DGPക്ക് അയച്ചു കൊടുത്ത്. എന്താ എന്ന് ദൈവത്തിന് മാത്രം അറിയാം. അതായത് ഇത്തരം കാര്യങ്ങൾ പണ്ടൊക്കെ പോലീസിന് ഇൻഫോം ചെയ്യുമ്പോൾ ജോർജ് സാറിനൊക്കെ അറിയാം, പോലീസിനെ ഒരു ഇൻഫോം ചെയ്താൽ ഞങ്ങളെയൊക്കെ കാരണം ഗുണ്ടകളെ വിശ്വസിക്കാം. ശ്രീ ജോർജ് ജോസഫ്, താങ്കൾ അത് കേട്ട് ചിരിക്കുക കൂടിയാണ്. ഞാൻ ആ പോലീസിന്റെ ഒരു നിലപാടിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി ഇതിനകത്തൊന്ന് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു. അത് അന്വേഷിക്കേണ്ടത് മയക്കുമരുന്ന് പോലെ തന്നെ തീവ്രവാദ ബന്ധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് അന്വേഷിക്കപ്പെടേണ്ട ഒരു വിഷയം. അതിന്റെ അന്വേഷണ സംഘങ്ങൾ ഇതിന്റെ ഒരു റൂട്ട് കോസ് അന്വേഷിക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടി, ഈ താഴ്ച വളരുന്ന ഈ ഗുണ്ടാ സംഘങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടി നിരീക്ഷിക്കേണ്ട ഒരു ബാധ്യത, അതൊക്കെ കൂടി കടന്നു പോകുന്നില്ല? അതോ പൂർണ്ണമായും ആ തരത്തിലേക്കുള്ള ഒരു തലം ഇതിനകത്ത് എവിടെയും ഉണ്ടാകുന്നില്ല എന്നുകൂടിയാണോ? ഇല്ല, അത് ആ ഒരു ബന്ധം കൂടെ ഉണ്ട്. തീവ്രവാദ ബന്ധമുള്ളവരല്ലെങ്കിൽ അവർക്കുള്ള പണത്തിന്റെ മെയിൻ സോഴ്സ് ഇത് തന്നെയാണ്, മയക്കുമരുന്ന് തന്നെയാണ്. കാരണം അത് ധാരാളം ആൾക്കാരെ NIA ഉൾപ്പെടെയുള്ളവർ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു കാര്യം, ഇവിടുത്തെ നമ്മള് കുട്ടികളും കോളേജിലെയും ഒക്കെ നോക്കിക്കോണം. നല്ല വയലൻസ് കൂടുതൽ കേസിലെ പ്രതിയാകുന്ന വല്ല വിദ്യാർത്ഥി നേതാക്കളാണ് സംസ്ഥാനത്തെ MLA-മാര് പലരും, പല മന്ത്രിമാരും. ഇതാണ് നമ്മുടെ പാരമ്പര്യം. അപ്പൊ ആ രീതിയിലേക്ക് കുട്ടികൾ പോകും. നല്ല നല്ല ആൾക്കാരെ മന്ത്രിമാരെ MLA-മാരായിട്ട് തെരഞ്ഞെടുക്കാനുള്ള മനസ്സ് നമ്മുടെ സമൂഹത്തിനുണ്ടാകണം. എങ്കിൽ മാത്രമേ ആ വ്യത്യാസം ഉണ്ടാവുള്ളൂ. കാരണം പലരും എത്രയോ കേസിലെ പ്രതി, എന്തിനാണ് അങ്ങനെ പ്രതിയായി ഒരാളെ പിടിച്ച് മന്ത്രിയാക്കുന്നത്? അതൊക്കെ നമുക്ക് ആ ഒരു കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഒരുപോലെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇപ്പം കുട്ടികളെ നമുക്കറിയാം, സിദ്ധാർത്ഥന്റെ മരണം എന്താണ് അവിടെ നടന്നത്?
ആരെങ്കിലും അറിഞ്ഞോ? ആ കുട്ടി മരിച്ചപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത്. എത്ര മാസമാണ്, ഏകദേശം 1 വർഷത്തോളം മാനസികമായി ആ ചെറുക്കനെ പീഡിപ്പിച്ചല്ലേ കൊന്നത്. അങ്ങനെയുള്ള ആ പീഡിപ്പിക്കുന്നവർ ഇവിടെ സംസ്ഥാനത്തെ മന്ത്രിമാരാവും, MLA-മാരാവും. എന്താണ് പക്ഷെ അതുകൊണ്ട് നമുക്ക് കലാലയ രാഷ്ട്രീയം മുഴുവൻ നിഷേധിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഇതിനകത്ത് ഇല്ലെങ്കിൽ പോലും കലാലയ രാഷ്ട്രീയത്തിനെതിരെ മൊത്തമായിട്ട് പറയുന്നതും ശരിയല്ലല്ലോ. ഒരുപക്ഷെ ക്യാമ്പസുകളിൽ മയക്കുമരുന്ന് അടക്കമുള്ള വിഷയങ്ങൾ കൂടുതൽ ശക്തമാകുന്നത് ഇല്ലാത്ത കലാലയങ്ങൾ കൂടി ഉണ്ടല്ലോ. നമുക്ക് അങ്ങനെയും ജനറലൈസ് ചെയ്ത് പറഞ്ഞു പോകാൻ കഴിയില്ലല്ലോ ശ്രീ ജോർജ് ജോസഫ്. ജനറലൈസ് ചെയ്ത് പറയേണ്ടി വരും. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. കാരണം ഏതെങ്കിലും ഒരു കോളേജ് പറഞ്ഞു, കേരളത്തിലെ അറിയപ്പെടുന്ന കോളേജ്, ഏതെങ്കിലും സമാധാനപരമായിട്ട് ക്ലാസ് നടക്കുന്ന ഒരു കോളേജിന്റെ പേര് പറയാൻ പറ്റുമോ? പറഞ്ഞു നോക്ക്. എല്ലായിടത്തും ഓരോ ഹിസ്റ്ററികളുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജ് മുതൽ അങ്ങ് കോഴിക്കോട് വരെ പോയി. നമ്മളൊക്കെ പഴയ കാലത്ത് പഠിച്ച ഫേമസ് ആയ എല്ലാ കോളേജുകളിലും ഒരു ക്ലാസ്സും നടക്കുന്നില്ല. അവിടുത്തെ ഡിറ്റീറിയേഷൻ എല്ലാ ലെവലിലും വന്ന് അധ്യാപക സംഘടന അവിടെ മുദ്രാവാക്യം വിളിക്കുന്ന അധ്യാപകന്മാരാണ് എല്ലായിടത്തും. അത് ഓരോ സ്ഥലത്തെ അധ്യാപകരും ഇവരുമായിട്ട് ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നു, ഡ്രഗ്സ് അടിക്കുന്നു. കർശനമായി നടപടിയെടുക്കുകയും ഭരണാധികാരികൾ കൃത്യമായി കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഇടപെട്ടാൽ ഇവിടെ നിയമം നടപ്പാക്കാൻ പറ്റും. 942 പഞ്ചായത്തുള്ളതിൽ 2020 ഭരിക്കുന്ന കിഴക്കമ്പലത്ത് എങ്ങനെ ക്രൈം കുറഞ്ഞെന്ന് വിചാരിച്ചാൽ അവിടുത്തെ ജനങ്ങളും പഞ്ചായത്ത് മെമ്പറൊക്കെ ഒരുമിച്ചാണ് പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങളിൽ ഇടപെടണം. അങ്ങനെ ഒരു കൂട്ടായ്മ ജനങ്ങളുടെ ഉണ്ടായാൽ ഇവിടുത്തെ പോലീസുകാരെയും രാഷ്ട്രീയക്കാരെയും നിലക്ക് നിർത്താൻ പറ്റും. ഇതിൽ അമ്മമാരിറങ്ങണം, മാതാപിതാക്കൾ ഇറങ്ങണം. ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് ഇത്തരം ഗുണ്ടകളെ അവസാനിപ്പിക്കാൻ പറ്റും. അവിടുത്തെ ക്രൈം നിരോധിക്കാം. അല്ലാണ്ട് എല്ലാം രാഷ്ട്രീയക്കാരുടെ തലയിൽ വെച്ചു കൊടുത്താൽ ഇത് അവർക്ക് കാശ് കിട്ടും. അതിന് പകരം അതിൽ ഒന്നാമത്തതാണ് 2020 പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നോക്കിയാൽ മതി. ഒരു കാര്യം വ്യക്തമാണ്, രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ഈ വലിയ സംഘങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നതെങ്കിൽ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ അടുത്ത് തന്നെ പോയിട്ട് കാര്യമുണ്ടാവുകയില്ല. എന്നാൽ സമൂഹമാണ് ഇറങ്ങേണ്ടതെന്ന് ചോദിക്കുമ്പോൾ യുവ തലമുറ കൂടുതൽ ഫാസിനേറ്റഡ് ആയി ഇതിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്ന നിർഭാഗ്യകരമായ ഒരു കാഴ്ച കൂടി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചർച്ച നടത്തേണ്ടതായി വരുന്നത്. ഏതായാലും നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ചു, കേരളത്തിൽ ഗുണ്ടാ സംഘങ്ങളെ വളർത്തുന്നത് രാഷ്ട്രീയ പാർട്ടികളാണോ എന്ന് ചോദിക്കുമ്പോൾ 93% പ്രേക്ഷകരും വിശ്വസിക്കുന്നത് അതെ എന്ന് തന്നെയാണ്. അല്ല എന്ന് വെറും 5% പ്രേക്ഷകർ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണമാകിയാണ് പ്രൈം ഡിബേറ്റ്. വളരെയധികം നന്ദി ബെന്നിച്ചന്റെ പക്ഷം NK ഹരിദാസ്, ഒപ്പം ശ്രീ ജോർജ് ജോസഫ് ഈ ചർച്ചയ്ക്കൊപ്പം ചേർന്നതിന്. പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്. നമസ്കാരം.